നമസ്കാരം. ജൂവിൻ്റെ ആ ഫീനിക്സ് ബട്ടർഫ്ലൈസ് ജൂവിൻ്റെ ബോഡിയിൽ നിന്ന് അങ്ങനെ പൊട്ടി വിടർന്ന് ജൂവിനും ആ ലൂസിഫറിനും ഇടയിലേക്ക് അതിവേഗമാണ് കുതിച്ചെത്തുന്നത്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് ബട്ടർഫ്ലൈകൾ. ആ ഫീനിക്സ് ബട്ടർഫ്ലൈകൾക്ക് വല്ലാത്തൊരു പവറുണ്ട്. ആ ബട്ടർഫ്ലൈകൾ പറക്കുന്ന ആ പ്രതലം പൂർണ്ണമായും തീയാൽ കത്തിത്തുടങ്ങി. ശരിക്കും ആ ബട്ടർഫ്ലൈ മുന്നോട്ട് പോകുമ്പോൾ ഒരു അഗ്നിഗോളം അവിടെ ഉണ്ടാകുകയാണെന്ന് പറയാം. ആ തീഗോളം തനിക്ക് നേരെ സമീപിക്കുന്നത് ലേശ ഒരു കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ലൂസിഫർ. ലൂസിഫർ ജൂവിൻ്റെ ആ പവർഫുൾ എൻറ്റിറ്റിയെ കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അയാളുടെ ആ മുഖത്തെ പുഞ്ചിരി പറയാതെ പറയുകയാണ്. അയാൾ അവസാനമായി ജൂവിനോട് പറഞ്ഞു, ഏയ് ഫീനിക്സ് ലേഡി, നീയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഈ ഷെൻഷിയുടെ കിങ്ഡം കീഴടക്കാനാണ് ഞങ്ങൾ വന്നത്. അതിനകത്ത് നീ ഒരു തടസ്സമായി മാറിയാൽ എനിക്കിതിനെ അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ ലൂസിഫർ പറഞ്ഞതും ജൂവിൻ്റെ കൈകൾ ഒന്ന് പ്രത്യേക രീതിയിൽ ചലിച്ചു. ആ നിമിഷത്തിൽ എവിടെ നിന്നറിയത്തില്ല, ഇഷ്ടംപോലെ പറവകൾ അവിടേക്ക് അതിവേഗം പാഞ്ഞു വന്നു. വിവിധ ശൈലിയിലുള്ള പക്ഷികളുടെ ഒരു വരവ് ഒരു വല്ലാത്ത ശബ്ദം തന്നെ ആ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുകയാണ്. ശരിക്കും ജൂവും താഴെ ഷെൻഷിയാവോയും നിൽക്കുന്ന ആ പ്രദേശത്തിന് ചുറ്റുമായി അന്തരീക്ഷത്തിൽ ഒരു പറവകളുടെ കറക്കം ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ കൃത്യമായി കാണാം. ഇഷ്ടംപോലെ പക്ഷികൾ, പല വലിപ്പത്തിലും പല കളറിലുമുള്ള ആ പക്ഷികളുടെ ആക്ഷൻസും പല ശൈലിയിലാണ്. അതങ്ങനെ തീ തുപ്പിയും അലാതെയൊക്കെ പറന്നു വരുമ്പോൾ ജൂ എങ്ങനെയും ലൂസിഫറിനെ നോക്കി അലറുകയാണ്. ഏയ്, നിന്നെ കൊണ്ടൊക്കെ ഞാൻ ആ പക്ഷിയുടെ കാഷ്ടം തിരിക്കാൻ പോവുകയാണ്. ലൂസിഫറും അതുപോലെ ഈമിങ്ങും ഷെൻഷിയാവോയെ ആക്രമിക്കുകയാണെങ്കിലും ആത്യന്തികമായി അവർ രണ്ടുപേരും രണ്ട് സെയിൻറ്റുകളാണ്. അതായത് സെയിൻറ്റ് കിങ്ഡത്തിൻ്റെ അധിപന്മാരാണ് അവർ. അവരോട് ജൂ പറഞ്ഞ ആ വാചകം കേട്ടതും ഷെൻഷിയാവോ ജൂവിനോട് പറഞ്ഞു, ഏയ് ജൂ, കുറച്ചുകൂടെയൊക്കെ മാന്യമായി സംസാരിച്ചൂടെ? ഷെൻഷിയാവോ ആലോചിക്കുന്നു അതാണ്. ഷെൻഷിയാവോ നേരത്തെ ഈ ജൂവിനെ പോലെ ആയിരുന്നു. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ആരുമായും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു ഷെൻഷിയാവോ. പക്ഷെ കാലം അവളെ ഒരു സെയിൻ്റായി കൺവേർട്ട് ചെയ്തു. ആ കൺവേർഷൻ അവളുടെ സ്വഭാവത്തിലും സംഭാഷണത്തിലും ഒരുപോലെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഷിയാവോ ജൂവിനോട് പറഞ്ഞത് കുറച്ച് മാന്യമായി സംസാരിച്ചൂടെ എന്ന്. അത് കേട്ടതും ജൂ പറഞ്ഞു, ഇവന്മാരോട് മാന്യതയും, ഇവന്മാരെ കൊല്ലുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂവിൻ്റെ ആ കൈകൾ ഒന്നുകൂടി ചലിച്ചതും ആകാശത്തുള്ള സകല പക്ഷികളും ഒന്നിച്ച് ലൂസിഫർ നേരെ അതിശക്തമായി ആകാശത്ത് നിന്ന് മുകളിലേക്ക് പാഞ്ഞു വരികയാണ്. വശങ്ങളിൽ ഇപ്പോൾ ആ ബട്ടർഫ്ലൈസ് ലൂസിഫറിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അതുപോലെ ഈമിങ്ങിൻ്റെ അടുത്ത് ആ ബട്ടർഫ്ലൈസ് കടന്നുപോയ പാതകളിൽ ഏതാണ്ട് പൂർണ്ണമായും തീ ഒരു ഗോളം പോലെ മാറിയിട്ടുണ്ട്. ശരിക്കും ഒരു ഒൾക്കാനയ്ക്കകത്ത് ലൂസിഫറും അതുപോലെ ഈമങ്ങും പെട്ടതുപോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുകയും ചെയ്യും. ഈ സമയത്തും രണ്ടുപേരും ജൂവിനെയോ അതുപോലെ ഷിയാവോയെ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രണ്ടുപേരും ജൂവിൻ്റെ ആ പവർ പഠിക്കേണ്ടെന്ന് പറയാം. പക്ഷെ അവരുടെ അടുത്തേക്ക് വരുന്ന പക്ഷികൾ അവർക്ക് വളരെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്നാണ് ലൂസിഫറിൻ്റെ കൈകൾ ഒന്ന് ചലിച്ചത്. ആ കൈകൾ ചലിച്ചതും അയാളുടെ ആ കൈയുടെ ആക്ഷൻ്റെ ഫലമായിട്ട് അയാളുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാള് പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിൽ ലൂസിഫർ ആകാശത്ത് ആ വാള് കൊണ്ട് ഒരു വൃത്തം വരച്ചു. അയാൾക്ക് ചുറ്റുമാണ് അയാൾ ആ വൃത്തം വരച്ചത്. അയാൾ വിചാരിക്കുന്ന മാത്രയിൽ അയാളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെടുന്ന വാളാണ് ഇപ്പോൾ അയാളുടെ കൈവശമുള്ളത്. ആ വാള് കൊണ്ട് അയാൾക്ക് ചുറ്റുമായി ആ വൃത്തം വരച്ചതും ആ വൃത്തം ഒരു വൻ പ്രഷർ അവിടെ സൃഷ്ടിച്ചു. ആ പ്രഷർ സ്വാഭാവികമായിട്ടും അവിടേക്ക് പാഞ്ഞു വരികയായിരുന്ന ആ പക്ഷികളെ അരിഞ്ഞ് തള്ളുന്ന ഒരു ഭീകരമായ കാഴ്ചയാണ് തുടർന്നുണ്ടായത്. ആ പ്രഷർ ചെലുത്തിയ ആ വട്ടം അതിവേഗം എല്ലാ ഭാഗത്തേക്കും വികസിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ജൂവിനെയോ ഷെൻഷിയാവോയോ ബാധിക്കുന്നില്ല എന്നാണ് സത്യം. അവർ വീണ്ടും ലൂസിഫറെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പറയുമ്പോഴും ഷെൻഷിയാവോ ശരിക്കും ക്ഷീണിതയാണ്. ജൂവിൻ്റെ അതിശക്തമായ അറ്റാക്കുകൾക്കും ലൂസിഫറെയും ഈമെങ്ങിനെയും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന ബോധ്യമായതും പെട്ടെന്ന് ഷെൻഷിയാവോ ജൂവിനോട് പറഞ്ഞു, ജൂ, നീ അല്പനേരം കൂടി പിടിച്ചു നിൽക്കും. അങ്ങനെ പറഞ്ഞ ഷെൻഷിയാവോ കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ച ഷെൻഷിയാവോ അവളുടെ മനസ്സ് ഏകാഗ്രമാക്കി
അവളുടെ ആ കിങ്ഡത്തിന്റെ ശക്തി മുഴുവൻ അവളിലേക്ക് ആവാഹിക്കുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലൂസിഫറും ഈമെങ്ങും ജൂവും തമ്മിൽ അതിശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. ജൂവിന്റെ ആ ഫീനിക്സ് കപ്പാസിറ്റി അവൾക്ക് ഒരു അപ്പർ ഹാൻഡ് ചില സ്ഥലത്തേക്ക് നേടിക്കൊടുക്കും. പക്ഷെ ജൂ എതിരിടുന്നത് ശരിക്കും രണ്ട് സെയിന്റുകളെയാണ്. ആ സെയിന്റുകളുടെ പവർ ജൂവിന്റെ കപ്പാസിറ്റിക്കും അപ്പുറത്താണ്. ജൂ എന്നിട്ടും ആ രണ്ട് സെയിന്റുകളെയും ഷെൻ ഷിയാവോയെ തൊടാൻ സമ്മതിക്കാതെ തടുത്ത് നിർത്തുന്ന ആ സമയത്ത് ഷെൻ ഷിയാവോ അവളുടെ ഇരുകരങ്ങളും തറയിൽ ഒന്ന് ആഞ്ഞമർത്തി. ആ നിമിഷത്തിൽ അവൾക്ക് ചുറ്റുമായി പല സ്ഥലത്തുനിന്നായി പ്രകാശ ഭീമകൾ തറയിൽ നിന്ന് മുകളിലേക്ക് കുതിച്ചുയർന്നു. അതിവേഗമാണ് ആ പ്രകാശ ഭീമകൾ കുതിച്ചു വരുന്നത്. ആ പ്രകാശ ഭീമകളിലേക്ക് നോക്കുന്ന നമുക്ക് ഒരു കാര്യം ബോധ്യമാകും. ആ ഭീമകൾ 9 വൃത്തങ്ങളായിട്ടാണ് ആകാശത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നത്. ഓരോ വൃത്തത്തിലും 9 പ്രകാശ ഭീമകളുണ്ട്. ഒരു സെയിന്റ് കിങ്ഡത്തിന്റെ 81 ഭാഗങ്ങൾ പല ശൈലിയിൽ വിഘടിക്കാറുണ്ട്. ചാങ് മാങ് അധിപനായിരിക്കുന്ന ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിൽ 9 ഹാർട്ടുകൾ വീതമുള്ള 9 ബൗണ്ട്ലെസ് ഹാർട്ടുകളായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആ കിങ്ഡം തൻ്റെ ശക്തിയെ വേർപിരിച്ചത്. ഇവിടെ ഈ ഷെൻഷിയാവോയുടെ കിങ്ഡത്തിൽ ഷെൻഷിയാവോ 9 തൂണുകൾ വീതമുള്ള 9 വൃത്തങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ശരിക്കും അതിശക്തമായ തൂണുകൾ ആകാശത്തേക്ക് എങ്ങനെ ഉദിച്ചുയർന്നതും ആ എൻറ്റയർ മേഖലയും ഏതാണ്ട് പൂർണ്ണമായും ഷെൻഷിയാവോയുടെ പവറിന്റെ ഉള്ളിലായെന്ന് പറയാം. ആ അതിശക്തമായ പവർ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച ഷെൻഷിയാവോ ഒരൊറ്റ ഇടി ലൂസിഫറേയും ഈമെങ്ങിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആകാശത്തേക്ക് ഷെൻഷിയാവോ ആഞ്ഞിടിക്കുമ്പോൾ ലൂസിഫറിന് ഒപ്പമുള്ള ഈമെങ് അയാളുടെ കൈകൾ ഒരു പ്രത്യേക ശൈലിയിൽ ഒന്ന് വിടർത്തി ഷെൻഷിയാവോയുടെ ആ പവറിന് നേരെ ഒന്ന് പ്രസ് ചെയ്തു. അയാൾ ശരിക്കും കൈകൾ വിടർത്തി ആ പ്രസ് ചെയ്ത ആ നിമിഷത്തിൽ ഗോസ്റ്റ് വേൾഡിന്റെ അധിപനായ ഈമെങ്ങിന്റെ ആ കൈകൾക്കുള്ളിലൂടെ ഇഷ്ടം പോലെ ഗോസ്റ്റുകളും ഗോസ്റ്റ് പവറും താഴേക്ക് പാഞ്ഞു വരികയാണ്. ശരിക്കും അയാൾ ഭരിക്കുന്ന ആ ഗോസ്റ്റ് കിങ്ഡത്തിൽ നിന്ന് ഗോസ്റ്റുകളെ അയാൾ ഇതാ ഷെൻഷിയാവോയുടെ കിങ്ഡത്തിലേക്ക് വലിച്ചിറക്കുകയാണ്. ആയിരക്കണക്കിന് ഗോസ്റ്റുകൾ ആ നിമിഷത്തിൽ ആ അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു വരുമ്പോൾ അതേ സമയത്ത് മറുഭാഗത്ത് നിൽക്കുന്ന ലൂസിഫറിന്റെ ഷോൾഡറിൽ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അവള് ലൂസിഫറിന്റെ ചെവി പിടിച്ചുകൊണ്ട് ലൂസിഫറിനോട് ചോദിക്കുകയാണ്, ബ്രദർ, ഇത് കൊള്ളാമല്ലോ, നിന്നെ അവർ രണ്ടും കൂടി ആക്രമിക്കുകയാണല്ലോ. എ സിസ്റ്റർ, എനിക്ക് ഇവർ രണ്ടിനും തകർത്തേ പറ്റൂ. ബ്രദർ, അതിന് ബ്രദർ മെനക്കെടേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂസിഫറിന്റെ ഷോൾഡറിൽ ഇരിക്കുന്ന പെൺകുട്ടി അവളുടെ ചൂണ്ടുവിരൽ അതിവേഗം ആ ഉയർന്നു വരുന്ന തൂണുകൾക്ക് നേരെ ഒന്ന് ചൂണ്ടി. തറയിൽ നിന്ന് ആകാശത്തേക്ക് ആ തൂണുകൾ ഉയർന്നു വരുമ്പോൾ ആ എൻറ്റയർ സ്ഥലത്തും പ്രഷർ കൂടിയിട്ടുണ്ട്. അതിനിടയിലാണ് ഷെൻഷിയാവോയുടെ ആ മാരകമായ പഞ്ച് മുകളിലേക്ക് പാഞ്ഞു വരുന്നത്. ശരിക്കും ആ തൂണുകൾക്ക് നേരെയാണ് ആ വിരലെങ്കിലും ആ വിരലിന്റെ കോൺസെൻട്രേഷൻ പൂർണ്ണമായും ഷെൻഷിയാവോയുടെ ആ പഞ്ചിന് നേരെയാണ്. പഞ്ചിന് നേരെ ചൂണ്ടപ്പെട്ട ആ വിരൽ പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടാക്കി. ആ വിരലിൽ നിന്നുള്ള ഒരു പ്രകാശം അതിവേഗം ആ പഞ്ച് സൃഷ്ടിച്ച ആ ഭൂമിയിലേക്ക് ഇടിച്ചു കയറിയതും ഒരു കൂറ്റൻ സ്ഫോടനം ആ അന്തരീക്ഷത്തിലുണ്ടായി. ആ പെൺകുട്ടിയുടെ മുഖത്ത് അപ്പോഴൊരു പുഞ്ചിരിയാണ്. ആ പൊട്ടിത്തെറി അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്താൽ ആ 81 തൂണുകളും തകർന്ന് തരിപ്പണമായി താഴേക്ക് വീഴുമ്പോൾ അവിടേക്ക് പാഞ്ഞു വന്ന ആ ഗോസ്റ്റുകളുടെ ആക്രമണത്താൽ ജൂവിന്റെ ആ ഫീനിക്സ് പക്ഷികൾ ഒന്നടങ്കം കൊല്ലപ്പെടുകയാണ്. ശരിക്കും ഒരു മൃഗീയമായ നായാട്ട് തന്നെ ആ ഗോസ്റ്റുകളും ആ ഫീനിക്സുകളും തമ്മിൽ ഉള്ള യുദ്ധത്തിൽ ആ ഗോസ്റ്റുകൾ നടത്തിയെന്ന് പറയാം. സകല പക്ഷികളെയും അരിഞ്ഞു തള്ളാൻ ആ ഗോസ്റ്റുകൾക്ക് വല്ലാത്തൊരു താല്പര്യം. ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിശക്തരായ യോദ്ധാക്കളായിരുന്ന ആളുകളെ ബോധപൂർവം ഈ ആക്രമണത്തിന് വേണ്ടി ഈമിങ് സെലക്ട് ചെയ്തിരിക്കുന്നുവെന്ന് ആ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. സകല ഫീനിക്സ് പക്ഷികളെ അരിഞ്ഞു തള്ളിയ ആ ഗോസ്റ്റുകളുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ ഒരു തോന്നൽ. ഈ സമയത്ത് ലൂസിഫറുടെ തോളിലിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ബ്രദർ, ഇവർ രണ്ടുപേരെയും നമുക്ക് അവസാനിപ്പിക്കണ്ടേ? ഹേയ്, അതാണല്ലോ നമ്മുടെ കർമ്മം. അങ്ങനെ ലൂസിഫർ പറയുമ്പോൾ ഇവിടെ ജൂ അവളുടെ പൂർണ്ണ ശക്തിയും ശരീരത്തിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. ആ ശക്തിയിൽ യഥാർത്ഥത്തിൽ ആ ഫീനിക്സ് പവർ മാത്രമല്ല ഉള്ളത്, അതിനോടൊപ്പം ഡിവൈൻ സൺ ട്രീയുടെ പവർ കൂടി ജൂ ഇപ്പൊ ആവാഹിച്ചിട്ടുണ്ട്. ഫാറ്റിസിദുവിന്റെ ആ സൺ ട്രീയുടെ പവർ തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന ജൂ ഫുൾ പവറിൽ
രണ്ട് കൈകൾ കൊണ്ട് ആകാശത്ത് നിൽക്കുന്ന ആ രണ്ടുപേരെയും ലക്ഷ്യമാക്കി ഓരോ പഞ്ച്. അതിശക്തമായ ആ രണ്ട് പഞ്ചുകൾ തൊടുക്കുമ്പോൾ പവർലെസ് ആയി ഫീൽ ചെയ്യുമെങ്കിലും ആ പഞ്ചിന്റെ ആഘാതം അന്തരീക്ഷത്തിൽ വൻ വായുവിന്റെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയാണ്. വായു ശരിക്കും ഒരു കൊടുങ്കാറ്റായി മാറുകയാണ്. ആ വായുവിന്റെ മുന്നോട്ടുള്ള പോക്ക് സ്വാഭാവികമായിട്ടും ഒരു വൻ കാറ്റായി മാറി ലൂസിഫറേയും ഈമെങ്ങിനെ നേരിടുന്ന ആ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി ജൂവിന്റെ തൊട്ടടുത്ത് ഒരു നിഴല് പ്രത്യക്ഷപ്പെട്ടു. ജൂ യഥാർത്ഥത്തിൽ ആ നിഴല് വന്നത് കണ്ടിട്ടില്ല. പക്ഷെ ആ നിമിഷത്തിൽ ലൂസിഫറിന്റെ തോളിലിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വിരല് ജൂവിന് നേരെ ചൂണ്ടപ്പെടുകയും ചെയ്തു. ജൂ അതിശക്തമായി ലൂസിഫറേയും അതുപോലെ ഈമെങ്ങിനെ ആഞ്ഞ് പഞ്ച് ചെയ്യുന്ന ആ സമയത്ത് ലൂസിഫറിന്റെ സിസ്റ്റർ എന്ന് വിളിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ വിരലിൽ നിന്നുള്ള ആ പ്രകാശം കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒരു ലൈൻ പോലെ അതിവേഗം കടന്നു വന്ന് ജൂവിന്റെ ശരീരത്തിലൂടെ അങ്ങ് കടന്നുപോയി. ഒരു ചെറിയ ഓട്ട സൃഷ്ടിച്ചുകൊണ്ടാണ് ആ പ്രകാശം കടന്നുപോയത്. പക്ഷെ അത് ജൂ ശ്രദ്ധിച്ചില്ല എന്നാണ് സത്യം. ജൂവിന്റെ നെഞ്ചിന്റെ ഭാഗത്തോട്ട് ആ പ്രകാശം നെഞ്ച് പിളർന്ന് മുതുകു ഭാഗത്തൂടി കടന്നു പോയിരിക്കുകയാണ്. ശരിക്കും ഒരു ഹോള്, ഒരു കുഞ്ഞു ഹോള് ആ പ്രകാശം കടന്നുപോയ പാതയിൽ വീണിട്ടുണ്ട്. അത് ജൂ ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, ജൂ രണ്ട് കൈകളും ഉയർത്തി ഈമെങ്ങിനെയും അതുപോലെ ലൂസിഫറേയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ തുടർച്ചയായ പഞ്ചുകൾ ജൂവിന്റെ ഇരു കൈകളിൽ നിന്നും അവർക്കെതിരെ അങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവര് അതേ ശൈലിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ജൂവിന്റെ തൊട്ടടുത്ത് ആ നിഴല് പ്രത്യക്ഷപ്പെട്ടത്. മുന്നിൽ കാണുന്ന ഈമെങ്ങിനെയും ലൂസിഫറേയും ലക്ഷ്യമിട്ടുകൊണ്ട് ശക്തമായി പഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ജൂവിന്റെ അടുത്തെത്തിയ ആ നിഴൽ പെട്ടെന്ന് ഒന്ന് കറങ്ങിയതും ഒരു വാള് ജൂവിന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നുപോയി. ശക്തമായ ഒരൊറ്റ വെട്ട്. ആ വെട്ട് വെട്ടിയത് ശരിക്കും ഷാഡോലെസ് കിങ്ഡത്തിന്റെ ജൂ ചെന്നാണ്. നേരത്തെ ഒരു തവണ മാർക്ക് ഫെല്ലറുമായി ഏറ്റുമുട്ടിയ കഥാപാത്രമാണ് ഈ ജൂ ചെൻ. അന്ന് ആ ബീസ്റ്റ് ഡൊമൈൻ്റെ പരിധിയിൽ മാർക്കിനെ ആക്രമിക്കാനെത്തിയ അനവധി സെയിന്റുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ ജൂ ചെന്നാണ്. ആ ജൂ ചെൻ ഒരാളുടെ അടുത്തെത്തിയാൽ ആർക്കും അയാളെ തിരിച്ചറിയാൻ പറ്റില്ല. അയാൾക്ക് നിഴലുണ്ടാവില്ല. ഷാഡോലെസ് കിങ്ഡത്തിന്റെ അധിപൻ ഷാഡോലെസ് ജൂ ചെൻ എന്നാണ് അയാൾ വിളിക്കപ്പെടുന്നത്. അയാളുടെ ആ വെട്ട് ജൂവിന്റെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു പോയതും ജൂ ഒരു ശബ്ദത്തോടെ താഴേക്ക് വീഴുകയാണ്. ശരിക്കും അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈമെങ്ങിനെയും അതുപോലെ ലൂസിഫറേയും അതിശക്തമായി നേരിട്ടുകൊണ്ടിരുന്ന ജൂവിനെയാണ് ആ ജൂച്ചൻ എന്ന സെയിന്റ് വെട്ടി താഴെയിട്ടത്. വെട്ടേറ്റ് താഴേക്ക് പാഞ്ഞു വരുന്ന ജൂ താഴെ ഏതാണ്ട് മനത്തോട് മലടിക്കുന്ന ഷെൻ ഷിയാവോട് പറഞ്ഞു, ഏയ് ഷെൻ, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ പരിക്കൊന്നും വകവയ്ക്കാതെ ജൂ അവളുടെ ശരീരത്തിലെ ഫീനിക്സ് എനർജി ഷെൻ ഷിയാവോയുടെ ബോഡിയിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. തൻ്റെ ബോഡിക്കുള്ളിൽ ഒരു ദ്വാരം വീണിരിക്കുന്നതോ തൻ്റെ ബോഡിയെ രണ്ടായി വെട്ടിമുറിച്ചിരിക്കുന്നതോ ഒന്നും തന്നെ ജൂ ശ്രദ്ധിക്കുന്നില്ല. അവളുടെ ബോഡി നിർവാണ ബോഡിയാണ്. അതേസമയത്ത് ഫീനിക്സ് പരമ്പരയിലെ രക്തം ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ലേഡിയുമാണ്. ഉയർത്തെഴുന്നേൽക്കാനുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ബോഡിക്കുണ്ട്. അതാണ് ആ രക്തത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതേസമയത്ത് നിർവാണ ബോഡിയുമാണ്. സകല ശൈലിയിലുമുള്ള പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിർവാണ ബോഡിക്കുണ്ട്. ആ നിർവാണ ബോഡി ഉള്ള വ്യക്തിക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വരും. ആ തടസ്സത്തെ വിജയകരമായി അതിജീവിച്ച വ്യക്തി കൂടിയാണ് ജൂ. ആ ജൂവിനെയാണ് ഇവിടെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നത്. ജൂ താഴെ കിടക്കുന്ന ഷെൻ ഷിയാവോയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവളുടെ ബോഡിയിൽ അവശേഷിക്കുന്ന ആ ഫീനിക്സ് എനർജി കൂടി ഷെൻ ഷിയാവോയുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ലൂസിഫറിന്റെ ബോഡിയിലിരിക്കുന്ന ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചു. ആ നിമിഷത്തിൽ ജൂവിന്റെ ബോഡിക്കുള്ളിൽ ഒരു സ്ഫോടനമുണ്ടായി. ശരിക്കും ജൂവിന്റെ ബോഡിക്കുള്ളിലേക്ക് കടത്തിവിട്ട ആ എക്സ്റേ അവരുടെ ബോഡിയിൽ ഒരു സ്ഫോടനത്തിലുള്ള സാമഗ്രികൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജൂ അറിഞ്ഞിരുന്നില്ല എന്നാണ് സത്യം. ഒരു സ്ഫോടനം ജൂവിന്റെ ബോഡി നടന്നതും ജൂവിന്റെ ബോഡി ഒന്ന് ചിതറി. പക്ഷെ ജൂവിന്റെ ബോഡി ഫീനിക്സ് രക്തം ഉൾക്കൊള്ളുന്ന ബോഡിയാണ്. സെയിം ടൈമിൽ അത് നിർവാണ ബോഡിയുമാണ്. ആ നിർവാണ ബോഡിയും ആ ഫീനിക്സ് പവറും കൂടി ആ ചിതറിത്തെറിച്ച ബോഡിയെ പെട്ടെന്ന് കൂട്ടിയോജിപ്പിക്കുകയാണ്. അങ്ങനെ കൂട്ടിയോജിപ്പിക്കുമ്പോഴേക്കും ജൂവിന്റെ ബോഡിയുടെ ശക്തി ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് മുകളിൽ നിന്ന് ഈ കാഴ്ച കാണുന്ന ലൂസിഫറും അതുപോലെ ഈമെങ്ങും
അവരുടെ അവസാന അറ്റാക്കിന് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് താഴെ മരണത്തോട് മല്ലടിക്കുന്ന ഷെൻ ഷിയാവോ ജൂവിനോട് പറയുകയും ചെയ്തു, ജൂ വേണ്ട, എന്നെ വിട്ടേക്ക്, ഇനി എനിക്ക് വേണ്ടി സമയം കളയണ്ട. ഷെൻ ഷിയാവോയും സൂഷിങ്ങും മനുഷ്യന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഡീമനുകളെയും മോൺസ്റ്ററുകളെയും നേരിട്ട രണ്ട് സെയിന്റുകളാണ്. മാർക്ക് ഫെല്ലറെ അവർ രണ്ടുപേരും ഹോളി റീജിയനിലായിരിക്കുമോ സപ്പോർട്ട് ചെയ്തതുമാണ്. മാർക്ക് ഫെല്ലറിൽ അവർ വലിയൊരു പ്രതീക്ഷ കണ്ടിരുന്നു. അതുപോലെയാണ് മാസ്റ്റർ ടിയാൻചി ആ ബീസ്റ്റ് ഡൊമൈൻ്റെ സ്ഥലത്ത് വെച്ച് ഒരു വൻ ആക്രമണത്തെ നേരിട്ടപ്പോൾ അയാളുടെ സർവ്വശക്തിയും സമാഹരിച്ച് ഒരു തിരിച്ച് അറ്റാക്ക് നടത്തിയിരുന്നു. അങ്ങനെ അനവധി ആളുകൾ മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാള് മനുഷ്യവംശത്തെ പിടിച്ചു നിർത്തിയെന്ന് പറയാം. മനുഷ്യവംശം മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഏലിയൻ റേസുകൾ പ്രപഞ്ചത്തിൽ മേൽക്കോയ്മ നേടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ ഭാഗമായിരുന്ന പല ലീഡേഴ്സും മോൺസ്റ്റർ റേസിന്റെ ഭാഗമായിട്ടും ഡീമൺ റേസിന്റെ ഭാഗമായിട്ടൊക്കെ മാറുന്നത്. നിലനിൽപ്പാണ് അവരുടെയും ടാർഗറ്റ്. നിലനിൽപ്പിന് വേണ്ടി മനുഷ്യവംശത്തെ ഒറ്റുകൊടുക്കുന്ന ഒരാളാണ് നേരത്തെ നമ്മൾ കണ്ട ഷാഡോലെസ് ജൂച്ചന്റെ ആ ഷാഡോലെസ് കിങ്ഡത്തിൽ അയാൾ വളർത്തിയെടുത്തിരിക്കുന്നത് അസാസിൻസിനെയാണ്. അസാസിൻസ് ആരെ വേണമെങ്കിലും പതിയിരുന്ന് ആക്രമിക്കുന്നവരാണ്. പതിയിരുന്ന് ആക്രമിക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളുടെ ഒരു വൻ കൂട്ടത്തെ തന്നെ ആ കിങ്ഡത്തിനകത്ത് സാക്ഷാൽ ജൂച്ചൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജൂച്ചൻ ഈ 18 സെയിന്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കാണ്. പക്ഷെ അയാളുടെ ഈ ഒരു പ്രത്യേകത, ഷാഡോലെസ് ആകാനുള്ള അയാളുടെ പ്രത്യേകത, അത് അയാളുടെ ശക്തി മറ്റുള്ളവരുടെ മുകളിൽ എത്തിക്കുമെന്ന് പറയാം. അയാൾ എപ്പോൾ ഏത് വഴിയിലൂടെ ആക്രമിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ ഷാഡോലെസ് ജൂച്ചൻ പെട്ടെന്ന് തറയിൽ ഷെൻ ഷിയാവോയ്ക്കും ജൂവിനും തൊട്ടു മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതും ജൂ അയാളോട് പറഞ്ഞു, ഏയ് നിങ്ങളൊരു മനുഷ്യനല്ലേ, എന്നിട്ടാണോ ഈ മോൺസ്റ്ററുകൾക്കും ഗോസ്റ്റുകൾക്കും ഒപ്പം ചേർന്ന് മനുഷ്യരെ ആക്രമിക്കുന്നത്? ഗോസ്റ്റ് വംശത്തിന്റെ പ്രതിനിധിയാണ് ഈമൻ, മോൺസ്റ്റർ വംശത്തിന്റെ പ്രതിനിധിയാണ് ലൂസിഫർ. അവർ രണ്ടുപേരും ചേർന്ന് മനുഷ്യവംശത്തിലെ ഷെൻ ഷിയാവോയെ ആക്രമിച്ചപ്പോൾ ഷെൻ ഷിയാവോ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ശരിക്കും ജൂ എത്തിയത്. ഷെൻ ഷിയാവോയ്ക്ക് പരിക്ക് പറ്റിയത് തന്നെ നേരത്തെ എമോട്ടർ ക്രെയിനും ടീമുമായി നേരിട്ട ഏറ്റുമുട്ടലാണ്. അന്ന് എമോട്ടർ ക്രെയിൻ്റെയും ടീമിൻ്റെയും ആക്രമണത്തിൽ നിന്ന് ശരിക്കും ഷെൻ ഷിയാവോയെ സൂഷിങ് സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അയാൾ അതിശക്തമായ ഒരു ബാരിയർ സൃഷ്ടിച്ചപ്പോൾ ആ ബാരിയർ ശരിക്കും ഷെൻ ഷിയാവോയുടെ ജീവൻ രക്ഷിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെൻ ഷിയാവോയ്ക്ക് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നല്ല ധാരണയാണ്. മാനവവംശത്തെ നിലനിർത്തുക എന്നതാണ് അവരുടെ ധർമ്മം. അതിനുവേണ്ടി അവസാന ശ്വാസം വരെ കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ. പക്ഷേ ആ ശ്രമം ഏതാണ്ട് പാഴായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ തൊട്ടു മുന്നിൽ തറയിൽ സാക്ഷാൽ ജൂച്ചൻ നിൽക്കുകയാണ്. ആകാശത്ത് ലൂസിഫറും അതുപോലെ ഈമങ്ങും ഈ കാഴ്ച കാണുന്നുമുണ്ട്. ജൂച്ചൻ ജൂവിൻ്റെ വാക്കുകൾ കേട്ടു. ജൂച്ചൻ ജൂവിനോട് പറഞ്ഞു, ഏയ് ഫീനിക്സ് ലേഡി, ഓരോ ആളിനും ഓരോ ഉത്തരവാദിത്വമുണ്ട്, ഓരോ കർമ്മമുണ്ട്. ആ കർമ്മം അയാൾ ചെയ്യുന്നത് അയാളുടെ ബോധമനസ്സിൻ്റെ അംഗീകാരത്തോടെയാണ്. എൻ്റെ ബോധമനസ്സ് എന്നോട് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ബോധമനസ്സ് അയാളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഹ്യൂമൻ റേസിനെ ഒറ്റുകൊടുത്തുകൊണ്ട് ഏലിയൻ റേസുകൾക്കൊപ്പം ചേർന്നെന്നാണ് അയാൾ പറയുന്നതിൻ്റെ അർത്ഥം. ജൂ അതിന് ഉത്തരം കൊടുക്കാതെ തൻ്റെ ബോഡിക്കുള്ളിലേക്ക് ഊർജം വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ ജൂന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് ഇന്റേണൽ എനർജി റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ജൂവിൻ്റെ ആ ഇന്റേണൽ എനർജി ഏതാണ്ട് അസ്തമിച്ച ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജൂവിൻ്റെ കണ്ണ് പതുക്കെ പതുക്കെ അടയുകയാണ്. ഈ സമയത്താണ് ആകാശത്തുനിന്ന് ലൂസിഫറിൻ്റെ അതിശക്തമായ ഒരു പഞ്ച് ജൂവിൻ്റെ നേരെ പാഞ്ഞു വരുന്നത്. ഒറ്റയിടിക്ക് ജൂവിനെയും ജൂവിനൊപ്പമുള്ള ഷെൻ ഷിയാവോയും ഇല്ലാതാക്കാൻ തീരുമാനിച്ചുറച്ചുകൊണ്ട് ആകാശത്ത് ലൂസിഫർ ആഞ്ഞൊരൊറ്റ ഇടി. അയാൾ അങ്ങനെ ഇടിക്കുമ്പോൾ അയാളുടെ ഷോൾഡറിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി ലൂസിഫറോട് പറഞ്ഞു, ബ്രദർ, ഈ പഞ്ചിൽ അവൾ തീരും. ശരിക്കും ആകാശത്തു നിന്ന് താഴോട്ട് വരാതെ അവിടെ നിന്ന് വെറുതെ പഞ്ച് ചെയ്യാണ്. അങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ തൊട്ട് മുന്നിലുള്ള വായുവിലാണ് ആ പഞ്ച് പതിക്കുന്നത്. ആ വായു അതിന് മുന്നിലുള്ള വായുവിൽ പ്രസ് ചെയ്യും. തൽഫലമായി ആ എൻറ്റയർ വായും അതിശക്തമായി പ്രസ് ചെയ്ത് ഒരു വൻ പ്രഷറോടുകൂടി താഴേക്ക് വരികയാണ്. ടാർഗറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയിലേക്ക് അതിശക്തമായ പ്രഷർ ഒന്ന് പതിക്കുകയാണ് സ്വാഭാവികമായി അതിൻ്റെ റിസൾട്ട്. ജൂവും ഷെൻ ഷിയാവോയും ആ പ്രഷറിൽ തവിട് പൊടിയാവും. ആ പ്രഷർ ജൂവിൻ്റെയും ഷെൻ ഷിയാവോയുടെയും
അടുത്തേക്ക് പാഞ്ഞെത്തിയ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു കൈ അങ്ങ് കടന്നുപോയത്. ശക്തമായൊരു പഞ്ച് ഏതോ ഭാഗത്തൂടെ അവിടേക്ക് എത്തുകയും ലൂസിഫറിന്റെ ആ പഞ്ചിന്റെ ശക്തിയെ തകിടം മറിച്ചുകൊണ്ട് ആ വായുവിനെ അവിടെ നിന്ന് സകല ദിശയിലേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. ഒറ്റയിടിക്ക് ആ വായുക്കോളം തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. ആ സമയത്ത് നമ്മളൊരു ശബ്ദം കൂടി കേട്ടു. നിനക്കൊക്കെ എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇവിടെ ഷെൻഷിയാവുടെ കിങ്ഡത്തിൽ കയറി ഈ ആക്രമണം നിങ്ങൾ നടത്തിയത്? അങ്ങനെ ചോദിച്ചുകൊണ്ടൊരു ഭീമാകാരമായ രൂപം അന്തരീക്ഷത്തിൽ ചാടി വീഴുകയാണ്. ആ രൂപത്തെ നമ്മൾ അറിയും, അത് സാക്ഷാൽ ചാങ് മാങ് ആണ്. ചാങ് മാങ് അവിടെ പ്രത്യക്ഷപ്പെട്ടതും ജൂ തന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞ് മാർക്ക് ഫെല്ലറെ കണ്ടിരുന്നു. ജൂവിന്റെ മുഖത്ത് ശരിക്കും പ്രതീക്ഷയുടേതായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അവരെ വിടരുത്. അങ്ങനെ ജൂ പറയുമ്പോഴേക്കും മാർക്ക് ഓടി ജൂവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. മാർക്ക് നോക്കുമ്പോൾ ജൂ ശരിക്കും മരണത്തിൻ്റെ തൊട്ട് അടുത്തെത്തിക്കഴിഞ്ഞു. മാർക്ക് ജൂവിനെ തൊടുമ്പോഴേക്കും ജൂ നിശ്ചലയായി കഴിഞ്ഞു. മാർക്ക് തിരിഞ്ഞ് ഷെൻ ഷിയാവോ നോക്കുമ്പോൾ ഷെൻ ഷിയാവോയ്ക്ക് അനക്കമില്ല. ഷെൻ ഷിയാവോയും അതുപോലെ ജൂവും മരിച്ചു എന്ന ഒരു ചിന്ത മാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നതും മാർക്ക് തൻ്റെ വലത് കൈയിൽ അണിഞ്ഞിരിക്കുന്ന മോതിരവിരലിലേക്ക് ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കും ജൂവും അവിടെയുള്ള സകലിന്റെ കണ്ണിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ഷെൻഷിയാവോ മരിച്ചു എന്ന് ഉറപ്പാക്കിയ മാർക്ക് ഫെല്ലർ ജൂവിന്റെ ബോഡിയിൽ ഇനിയും ജീവന്റെ അംശം ബാക്കി നിൽക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ആ റിങ്ങിന്റെ പാസേജിലേക്ക് മാർക്ക് ജൂവിനെ വലിച്ചു മാറ്റിയത്. മാർക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ 18 മൈനുകളുടെ കേന്ദ്രത്തിലേക്കാണ്. ആ 18 മൈനുകളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ശരിക്കും 19th പ്രിസൺ ആരംഭിക്കുന്നത്. 19th പ്രിസൺ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സ്ഥലമാണ്. അവിടെ മാർക്ക് ഒരു തവണ പോയപ്പോഴാണ് ആ നൈറ്റ് എനർജി മാർക്ക് സ്വന്തമാക്കുന്നത്. അവിടെ പലതും മാർക്കിന് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം മാർക്കിനുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ പവർ ഓഫ് ഡ്രീം സ്ഥിതി ചെയ്യുന്നത്. സ്വപ്നങ്ങളുടെ ശക്തി അവിടെ നിന്നാണ് മാർക്ക് നേടുന്നത്. പവർ ഓഫ് ഡ്രീം ഉപയോഗിച്ച് മാർക്ക് പല യുദ്ധങ്ങളും ജയിച്ചിട്ടുണ്ട്. ആ ചിന്തകളൊക്കെ മാർക്കിന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴേക്കും ജൂവുമായി മാർക്ക് 19th പ്രിസന്റെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. തൊട്ടു മുന്നിൽ മതിലുകളില്ലാതെ തന്നെ ബൗണ്ടറി ഉള്ള 19th പ്രിസൺ സ്ഥിതി ചെയ്യുകയാണ്. മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ മാർക്കിന്റെ ക്ലോണുകളുടെ സൃഷ്ടി ആരംഭിച്ചു. കണ്ണടച്ച് തുറക്കും മുമ്പ് മാർക്ക് 2 4 8 16 സെക്കൻഡുകൾക്കകം 10,000 ക്ലോണുകളുടെ ഒരു വൻ ശൃംഖല തന്നെ മാർക്കോടെ സൃഷ്ടിക്കുകയാണ്. മാർക്ക് 10,000 ആ ക്ലോണുകളെ സൃഷ്ടിച്ചതും ആ എല്ലാ ക്ലോണുകളും ഒന്നിച്ച് അവിടെയുള്ള എനർജി വലിച്ചെടുത്തു തുടങ്ങി. ആ നൈറ്റ് എനർജി ആ എല്ലാ ക്ലോണുകളും വലിച്ചെടുക്കുന്നത് അതിവേഗതയിലാണ്. മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്ക് വലിച്ചെടുക്കുന്നതിനേക്കാൾ 10,000 ടൈംസ് വേഗതയിൽ ആ 10,000 ടൈംസ് ക്ലോൺസ് ഉപയോഗിച്ച് മാർക്കിനെ വലിച്ചെടുക്കാൻ പറ്റും. മാർക്ക് അവസാന നിമിഷം ഒരു ശ്രമം നടത്തി നോക്കുന്നതാണ്. സെക്കൻഡുകൾക്കകം ഒത്തിരിയേറെ ഊർജം വലിച്ചെടുത്ത മാർക്ക് ആ എൻ്റയർ ഊർജത്തെയും ജൂവിൻ്റെ ബോഡിയിലേക്ക് പതുക്കെ കേന്ദ്രീകരിച്ചു. ജൂവിൻ്റെ ഫീനിക്സ് എനർജി ഏതാണ്ട് 0യിലേക്ക് കടക്കുകയാണ്. മാർക്ക് ഫെല്ലർ പവർ ഓഫ് ക്രിയേഷൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പവർ ഓഫ് ക്രിയേഷന്റെ എനർജി ജൂവിന്റെ ബോഡിയിലേക്ക് അതിവേഗം പമ്പ് ചെയ്യണം. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ മാർക്കിന്റെ എൻറ്റയർ ക്ലോണുകളിൽ നിന്നുള്ള ഊർജ്ജം മാർക്കിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ആ ഊർജ്ജത്തെ മാർക്കിന്റെ ആ പവർ ഓഫ് ക്രിയേഷൻ വഴി ജൂവിന്റെ ബോഡിയിലേക്ക് അങ്ങനെ സംക്രമിക്കുകയാണ്. ഇഷ്ടംപോലെ ഊർജ്ജം അങ്ങനെ ഇടിച്ച് കയറ്റിയിട്ടും ആ ഫീനിക്സ് പവർ ജ്വലിക്കുന്നില്ല. അത് ഏതാണ്ട് കെട്ടതുപോലെ നിൽക്കുകയാണ്. മാർക്ക് സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അതിശക്തമായി ആ പവർ ജൂവിന്റെ ബോഡിയിലേക്ക് അങ്ങനെ ഇടിച്ചു കയറ്റുമ്പോൾ യഥാർത്ഥ സ്പേസിൽ ലൂസിഫറും ഈമെങ്ങും ചാങ് മാങ്ങുമായി ഏറ്റുമുട്ടുകയാണ്. ചാങ് മാങ്ങിന്റെ തൊട്ടടുത്ത് സാക്ഷാൽ ഫാറ്റി സീതുണ്ട്. ഫാറ്റി സീതുവിനൊപ്പം ആ ഡിവൈൻ ട്രീയുമുണ്ട്. അതിശക്തമായ ആ ഡിവൈൻ ട്രീയുടെ പവറിനകത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചാങ് മാങ് നിൽക്കുന്നതിന്. ആ ഡിവൈൻ ട്രീയുടെ ശക്തിയെ തകർത്താൽ മാത്രമേ ചാങ് മാങ്ങിനെയും ഫാറ്റി സീതുവിനെയും ലൂസിഫറിനും അതുപോലെ ഈമെങ്ങിനും തകർക്കാൻ പറ്റും. ഈ കാഴ്ച കണ്ടുകൊണ്ട് ആ ഇരുട്ടത്ത് ഒരു നിഴലും അവശേഷിപ്പിക്കാതെ മറഞ്ഞു നിൽക്കുകയാണ് ജൂച്ചൻ. അനുയോജ്യമായ ടൈമിൽ അവൻ ആ അസാസിൻ പണി ചെയ്യും. അവൻ തികച്ചും അപ്രതീക്ഷിതമായി ചാങ്ങിനെയും ഫാറ്റിസിദുവിനെ ആക്രമിക്കും. ആ കാര്യം മുകളിൽ എവരുമായി ഏറ്റുമുട്ടുന്ന ലൂസിഫറിനും അതുപോലെ ഈമെങ്ങിനും അറിയാം. അവർ രണ്ടുപേരും ശ്രമിക്കുന്നത് അത്തരമൊരു സാഹചര്യം ആ ജൂച്ചന് മുന്നിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അവിടെ ആ ഫീൽഡിൽ ആ യുദ്ധം നടക്കുമ്പോൾ
അവരുടെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന മാർക്ക് ഫെല്ലർ തന്റെ പൂർണ്ണ ശക്തിയും ജൂവിലേക്ക് കൊടുക്കുകയാണ്. ജൂയുടെ ബോഡിയിലേക്ക് മാർക്ക് അതുവരെ സമാഹരിച്ച മുഴുവൻ ഊർജവും അങ്ങനെ പമ്പ് ചെയ്തതും പെട്ടെന്ന് ജൂവിന്റെ ഉള്ളിൽ ആ ഫീനിക്സ് ഫയർ ഒന്ന് ജ്വലിച്ചു. മാർക്കിന്റെ അതിശക്തമായ ആ കയോട്ടിക് പവറും പവർ ഓഫ് ക്രിയേഷനും അതുപോലെ ആ നൈറ്റ് എനർജിയും എല്ലാം ഇതിനിടയിൽ മാർക്ക് അവിടെ സംയോജിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിശക്തമാണ് പവർ ഓഫ് ക്രിയേഷൻ. ആ പവർ ഓഫ് ക്രിയേഷനൊപ്പം നൈറ്റ് എനർജിയും അതുപോലെ പവർ ഓഫ് ഡ്രീംസും മാർക്ക് സംയോജിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം കൂടെ സംയോജിപ്പിക്കാനായി മാർക്ക് ഉപയോഗിച്ചത് മാർക്കിന്റെ ബോഡിയിലെ ആ കയോട്ടിക് എനർജിയാണ്. ഇതെല്ലാം കൂടി ഒരു കുഴഞ്ഞ പരുവത്തിലാണ്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് മാർക്കിന് വ്യക്തമായ ധാരണയൊന്നുമില്ല. തൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ജൂവിൻ്റെ ബോഡിയിലേക്ക് കൊടുക്കുകയായിരുന്നു. ജൂവിൻ്റെ ബോഡിക്കകത്ത് ഒരു അനക്കം ഉണ്ടായാൽ ബാക്കി ജൂവിൻ്റെ ബോഡി ചെയ്തുകൊള്ളുമെന്ന് മാർക്ക് നന്നായിട്ട് അറിയാം. അത്തരത്തിലൊരു ബോഡിയാണ് ജൂവിൻ്റെത്. മാർക്ക് പ്രതീക്ഷിച്ച പോലെ പെട്ടെന്ന് ആ ഫീനിക്സ് ഫയർ ഒന്ന് കത്തി. ആ ഫീനിക്സ് ഫയർ ഒന്ന് ജ്വലിച്ചതും ശരിക്കും നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ കറണ്ട് പാഞ്ഞു ചെന്ന് എല്ലാ ലൈറ്റുകളും ഓണാക്കും പോലെ ജൂവിൻ്റെ ബോഡിയിൽ അങ്ങോളം ഇങ്ങോളം ആ ഫീനിക്സ് പവർ അങ്ങ് പായുകയാണ്. സകല കോശങ്ങളിലേക്കും അതിവേഗം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലൈനുകളിൽ നിന്ന് വൈദ്യുതി വരുമ്പോൾ അങ്ങനെ പാഞ്ഞതും ജൂവിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ആ എനർജി പാഞ്ഞെത്തി. ആ എനർജി പാഞ്ഞെത്തുമ്പോൾ ആ ഫീനിക്സ് എനർജിക്കൊപ്പം സാക്ഷൽ പവർ ഓഫ് ക്രിയേഷൻ കൂടി ജൂവിൻ്റെ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തുകയാണ്. ഏതാനും സെക്കൻഡുകൾ അത്രേ വേണ്ടി വന്നുള്ളൂ ജൂവിന് കണ്ണു തുറക്കാൻ. കണ്ണു തുറന്ന ജൂ ചുറ്റും നോക്കുമ്പോൾ ജൂ കാണുന്നത് മാർക്ക് ഫെല്ലർ മാത്രമാണ്. ജൂ കണ്ണു തുറന്നതും മാർക്ക് ഫെല്ലർ ആ റിങ്ങിൽ തൊട്ട് അതിവേഗം തിരിച്ച് യുദ്ധഫീൽഡിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. യുദ്ധഫീൽഡിൽ മടങ്ങിയെത്തിയ ജൂ കാണുന്നത് തറയിൽ കിടക്കുന്ന ഷെൻ ഷിയാവുയാണ്. ഷെൻ ഷിയാവുടെ ബോഡി ശരിക്കും തണുത്തിട്ടുണ്ട്. ഇനി ഷെൻ ഷിയാവുടെ കേസിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ജൂ മനസ്സിലാക്കുമ്പോൾ ജൂ ഒരു കാര്യം കൂടി തിരിച്ചറിയുകയാണ്. ജൂവിൻ്റെ പവർ വൻതോതിൽ വളർന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ജൂ അങ്ങനെ അമ്പരം നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ജൂവിനെ പെട്ടെന്ന് ഫാറ്റിസ് സിധുവിൻ്റെ ആ ഡിവൈൻ ട്രീയുടെ അടിയിലേക്ക് അങ്ങ് മാറ്റി. മാർക്ക് ജൂവിനോട് പറഞ്ഞു. ജൂ അവിടെ നിന്നു. ജൂവിൻ്റെ ബോഡി ആക്ച്വലി റീകൂപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ സമയത്ത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ജൂ ഇറങ്ങാതിരിക്കാനായിട്ടാണ് ആ ഡിവൈൻ ട്രീയുടെ അടിയിലേക്ക് ജൂവിനെ മാറ്റി നിർത്തിയത്. ജൂവിനെ ആ ഡിവൈൻ ട്രീയുടെ അടിയിലേക്ക് മാർക്ക് ഫെല്ലർ മാറ്റുന്ന ആ സമയത്ത് ഫീൽഡിൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. ചാങ്മാൻ ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിച്ച് അവൻ്റെ സെയിന്റ് കിങ്ഡത്തിലെ ഊർജത്തെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആകാശത്തുനിന്ന് ടൺ കണക്കിന് മിന്നലുകൾ ഇതാ ചാങ്മാങ്ങിനെതിരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ആ മിന്നലുകൾ ചാങ്മാങ് ഏറ്റുവാങ്ങുകയാണ്. ചാങ്മാങ്ങിന്റെ ആ മിസ്റ്റീരിയസ് സെയിന്റ് കിങ്ഡത്തിലെ ഊർജത്തെ എവിടേക്ക് വേണമെങ്കിലും വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതാ ചാങ്മാങ് നേടിയിരിക്കുകയാണ്. ഒരു സെയിന്റ് കിങ്ഡം മറ്റൊരു സെയിന്റ് കിങ്ഡത്തെ ആക്രമിക്കുന്ന ആ ശൈലിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഇതാ മാറുകയാണ്. ചാങ്മാങ്ങിന്റെ ബോഡി ഏതാണ്ട് ജ്വലിക്കുകയാണെന്ന് പറയാം. ദേഷ്യം കൊണ്ട് ചുമന്നിരിക്കുന്ന ചാങ്മാങ്ങിന്റെ ബോഡിക്ക് ചുറ്റും എപ്പോഴും ഒരു ചുവന്ന പ്രകാശമുണ്ട്. ആ ചുവന്ന പ്രകാശം ചാങ്മാങ്ങിന്റെ ദേഷ്യവുമായി കലർന്നപ്പോൾ ശരിക്കും ഒരു ചുവന്ന പ്രഭ തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജ്വലിച്ച് നിൽക്കുന്ന ചാങ്മാങ്ങിന്റെ ചെവിയിൽ പെട്ടെന്ന് ചാങ്മാങ് ഒരു ശബ്ദം കേട്ടു. ചാങ്മാങ് കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. മാർക്ക് ഫെല്ലറുടെ ആ ശബ്ദം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ചാങ്മാങ്ങിന്റെ ഷോൾഡറിൽ മാർക്കിന്റെ കൈ സ്പർശിക്കുകയും ചെയ്തു. ശരിക്കും ചാങ്മാങ്ങിന്റെ കൈ മാർക്ക് പിടിച്ച് താഴ്ത്തുകയാണ്. ചാങ്മാങ് ആ മുഴുവൻ ഊർജവും തന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ലൂസിഫറിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ലൂസിഫർ ഒരു സെയിന്റാണ്. ആ ശൈലിയിൽ ഒരു പഞ്ച് ഉണ്ടായാൽ ലൂസിഫർ അതേ ശൈലിയിൽ തിരിച്ച് പഞ്ച് ചെയ്യും. ഈ ലൂസിഫർ ശരിക്കും ജനിച്ചു വീണത് അതിശക്തനായിട്ടാണ്. അയാൾ ജനിച്ചു വീഴുമ്പോൾ അയാൾക്ക് ഒരു ഗോഡ്ലി പവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയ ആരോ അയാളുടെ പവറിനെ രണ്ടായി പകുത്തിരുന്നു. അതിൽ ഒരു പകുതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ലൂസിഫറിന്റെ തോളിലിരിക്കുന്ന ആ പെൺകുട്ടി എന്ന് പറയുന്നത്. ലൂസിഫർ തൻ്റെ പകുതി പവർ ഉപയോഗിച്ചാണ് ശരിക്കും അവൻ അംഗമായിരിക്കുന്ന ആ കിങ്ഡത്തിൻ്റെ സെയിന്റ് ആയിരിക്കുന്നത്. ശരിക്കും അവന് സെയിന്റ്ലി പൊസിഷൻ കൊടുത്ത് അവൻ ആരോ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പാത്ത് ഓഫ് ഹെവൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് ഒരു കിംവദന്തി പൊതുവെ എല്ലാ സെയിന്റ് കിങ്ഡത്തിലും പരന്നിട്ടുണ്ട്. കുറേ നാളുകളായി എല്ലാവരും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണത്. സെയിന്റ് വേൾഡിന്റെ നേരെ മുകളിലാണ് ഡിവൈൻ വേൾഡ്. ഡിവൈൻ വേൾഡ് കടക്കുന്നത് ഗോഡുകളാണ്, ദൈവങ്ങളാണ്. ആ ദൈവങ്ങളുടെ ലോകത്തേക്ക് കടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കക്ഷിയാണ് സാക്ഷാൽ ലൂസിഫർ. അതറിയാവുന്ന
അതിശക്തരായ ദൈവങ്ങൾ ഇടപെട്ടിട്ട് ലൂസിഫറിന്റെ ശക്തിയെ രണ്ടാക്കി ഒരു ശക്തി മാത്രം ലൂസിഫറിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ശൈലിയിലും മറുശക്തി ലൂസിഫറിന്റെ ബോഡിയിൽ സീൽ ചെയ്തും ഇട്ടിരിക്കുകയാണ്. ആ സീൽ ചെയ്യപ്പെട്ട ശക്തിയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ലൂസിഫറിന്റെ ബോഡിക്ക് പുറത്തു വന്ന് ഷോൾഡറിൽ ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത്. ആ സ്ത്രീയെയും ലൂസിഫറിനെയും മാർക്ക് ഫെല്ലർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഷാങ്മാങ്ങിന്റെ ബോഡി ഷാങ്മാങ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യുന്നത്. ഷാങ്മാങ്ങിനോടായി മാർക്ക് പറഞ്ഞു, ഷാങ് ഇത് എനിക്ക് വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഇടത് കൈകൊണ്ട് ഷാങ്മാങ്ങിനെ വലിച്ചൊരൊറ്റ കയറി. ഷാങ്മാങ് നേരെ ചെന്ന് വീണത് ഫാറ്റി സിധുവിന്റെ ആ ഡിവൈൻ ട്രീക്ക് അടിയിലാണ്. ആ ഡിവൈൻ ട്രീയുടെ അടിയിൽ അവർ 3 പേരും സുരക്ഷിതരാണ്. മാർക്ക് ഫെല്ലർ ചുറ്റുമുള്ള 2 പേരെ കണ്ടു. അതേ നിമിഷത്തിൽ മാർക്കിന്റെ ആ മാനിഫെസ്റ്റേഷൻ ഗേസ് ആക്ടിവേറ്റ് ആയി. മാർക്കിന്റെ ഡിവൈനായി. ആ ഡിവൈനായി ആക്ടിവേറ്റ് ആയതും മാർക്ക് പതങ്ങി നിൽക്കുന്ന ജൂച്ചനെ കാണുകയും ചെയ്തു. ജൂച്ചനാണ് യഥാർത്ഥത്തിൽ ജൂവിനെ അപകടത്തിലേക്ക് നയിച്ച ആ വെട്ട് നടത്തിയെന്നുള്ള കാര്യം ഇപ്പോൾ മാർക്കിന് അറിയാം. മാർക്ക് ഫെല്ലർ ലൂസിഫറേയും അതുപോലെ എങ്ങനെയെന്ന് നോക്കിയിട്ട് തികച്ചും അപ്രതീക്ഷിതമായി ഇടതുവശത്തേക്ക് ഒന്ന് കൈ വീശിയതും അതിശക്തമായ ഒരു ഫോഴ്സ് ഇടതുവശത്തേക്ക് മാർക്കിന്റെ ഇടത് കയ്യിൽ നിന്നുണ്ടായി. എന്താണ് ആ ഫോഴ്സ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞത് ജൂച്ചനാണ്. അതിശക്തമായ ഫോഴ്സ് ശരിക്കും ഒരു ലാവയാണ് അവിടെ സൃഷ്ടിച്ചത്. ആ തറയിൽ നിന്ന് മാർക്കിന്റെ കൈയുടെ ആക്ഷന്റെ ഫലമായിട്ട് ഒരു അഗ്നിപർവ്വത ലാവ പൊട്ടി മുകളിലേക്ക് വന്ന് ആ ലാവ ജൂച്ചൻ നിൽക്കുന്ന മേഖലയ്ക്ക് അങ്ങനെ ഇടിച്ചു കയറിയതും ജൂച്ചൻ നിന്ന ആ മേഖല ഏതാണ്ട് പൂർണ്ണമായി അങ്ങ് കത്തി. തികച്ചും അപ്രതീക്ഷിതമായി ലാവ മാർക്ക് ഫെല്ലർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഹോളി റീജിയനിൽ വെച്ച് മാർക്കിന് ആ ലാവ വിളിച്ചു വരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോ പവർ ഓഫ് ക്രിയേഷൻ മാർക്കിന്റെ സ്വന്തമായതോടുകൂടി മാർക്ക് വീണ്ടും അതൊന്ന് വിളിച്ചു വരുത്താൻ ശ്രമിച്ചതാണ്. ഇടത് കൈകൊണ്ട് അതിവേഗതയിലാണ് മാർക്ക് ആ ലാവ സൃഷ്ടിച്ചത്. അത് ജൂച്ചനെ ശരിക്കും ഞെട്ടിച്ചു. അവന്റെ ആ നിഴൽ സംവിധാനം പൂർണ്ണമായും അവിടെ വെന്തുപോയി. പക്ഷെ അവൻ പരിക്കേൽക്കാതെ പുറകോട്ട് മാറുകയും ചെയ്തു. അവൻ പുറകോട്ട് മാറുമ്പോഴേക്കും മാർക്കിന്റെ ഒരു പഞ്ച് വായുവിലൂടെ അവനെതിരെ പാഞ്ഞു വരികയും ചെയ്തു. ആ പഞ്ച് തനിക്കെതിരെ പാഞ്ഞു വരുന്ന കണ്ട ജൂച്ചൻ അതിവേഗതയിൽ സമർത്ഥമായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ആ സമയത്ത് മാർക്ക് ഫെല്ലർ ജൂച്ചനോട് പറയുന്ന ഒരു വാചകം സകലരും കേട്ടു. ഏയ് ജൂച്ചൻ, നിന്നെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. ഇനി ഈ പ്രപഞ്ചത്തിൽ നീ വേണ്ട. നീ എപ്പോ ജൂവിന്റെ പുറത്ത് കൈവച്ചു അപ്പോ നിന്റെ അന്ത്യവും നീ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ടതും ആകാശത്തേക്ക് പറന്നുയർന്നിരുന്ന ജൂച്ചന്റെ മുഴക്കമുള്ള ശബ്ദം അവിടെ എല്ലാവരും കേൾക്കുകയാണ്. ഹേയ് മാർക്ക് ഫെല്ലർ, നീ ഒരു ഡാവോ കോൺഷ്യസ് ലെവലിലെ യോദ്ധാവ് മാത്രമാണ്. നീ ഹോളി കോൺഷ്യസിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഹോളി കോൺഷ്യസിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന യോദ്ധാവാണ്. അതുകൊണ്ടാണ് ഞാൻ സെയിന്റും നീ വെറുമൊരു യോദ്ധാവുമായിരിക്കുന്നത്. ആ എന്നോട് ഈ ശൈലിയിൽ ഭീഷണിപ്പെടുത്താൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യമുണ്ടായത്? ഓക്കെ, നിന്റെ ഈ ഭീഷണി ഞാൻ ഉൾക്കൊള്ളുന്നു. അങ്ങ് വാ, എൻ്റെ കിങ്ഡത്തിലേക്ക് വാ, എൻ്റെ ഷാഡോലെസ് കിങ്ഡത്തിലേക്ക് വാ. ഞാൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ ജൂച്ചൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ജൂച്ചൻ അപ്രത്യക്ഷമായതും ഇപ്പൊ അവശേഷിക്കുന്നത് മെങ്ങും സാക്ഷാൽ ലൂസിഫറുമാണ്. ലൂസിഫർ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ട് കാലം ഒരുപാടായി. നീ അനവധി തവണയാണ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. ഇനി നിനക്ക് ഒരു ചാൻസ് കൂടി ഞാൻ നൽകത്തില്ല. അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സാക്ഷാൽ ലൂസിഫർ. ലൂസിഫറിന് ഇപ്പോ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ബാക്കി പകുതി കഴിവുകൂടി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നിർണായക സമയത്ത് അവൻ്റെ ആ സീൽ ചെയ്യപ്പെട്ട പവർ ഇതാ അവൻ്റെ അനുജത്തി എന്ന പേരിൽ അവൻ്റെക്ക് വന്നു ചേരുകയാണ്. ഈ സമയത്ത് ആ ഷോൾഡറിലിരിക്കുന്ന പെൺകുട്ടി ലൂസിഫറോട് പറഞ്ഞു, ബ്രദർ, അവനെ തീർക്കാൻ ബ്രദറിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ മതി. ഏയ് സിസ്റ്റർ, അവൻ നീ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരനൊന്നുമല്ല. അവൻ പലതവണ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അങ്ങനെ ലൂസിഫർ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ആ വാള് മാർക്കിന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് അതിശക്തമായി ലൂസിഫറിന്റെ ദിക്ക് ലക്ഷ്യമാക്കി വായുവിൽ ആഞ്ഞൊന്ന് വീശി. ശരിക്കും ഒരു സോഡ് എനർജി തൽഫലമായി ആ അന്തരീക്ഷത്തിൽ ആ നിമിഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം ഇങ്ങനെ പാഞ്ഞു പോകുന്ന പോലെ ആർക്കും ആ വാളിന്റെ ആ വീശി കാണുമ്പോൾ തോന്നുള്ളൂ. അതിശക്തമായ ഒരു പ്രകാശം.
ആ പ്രകാശം അങ്ങനെ പാഞ്ഞതും മറുഭാഗത്ത് ആ പെൺകുട്ടിയുടെ വിരലിൽ നിന്ന് തുരുതുര പ്രകാശം ആ വാള് വരുന്ന ഭാഗത്തേക്ക് വരികയാണ്. ശരിക്കും അവള് ലേസർ ഗണ്ണിൽ നിന്ന് വെടിവെക്കും പോലെ ലേസർ രശ്മികളാണ് തിരിച്ചയക്കുന്നത്. ആ രശ്മികൾ മാർക്കിന്റെ ആ സോഡ് ലൈറ്റിനെ തടുക്കുമെന്നുള്ള പ്രതീക്ഷ അവക്കുണ്ട്. പക്ഷേ അവളുടെ പ്രതീക്ഷയെ മറികടന്നുകൊണ്ട് ആ ലേസർ ബീമുകളെ തകർത്തുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ ആ സോഡ് ലൈറ്റ് ലൂസിഫർ നേരെ പാഞ്ഞു വരികയാണ്. ലൂസിഫറിന്റെ തൊട്ടടുത്തേക്ക് ആ പ്രകാശം പാഞ്ഞെത്തുമെന്ന് കണ്ടതും മറുഭാഗത്ത് സാക്ഷാൽ ഈമൻ ആ നിമിഷത്തിൽ ഒന്ന് അലറി. അയാൾ അലറിയതും ടൺ കണക്കിന് ഗോസ്റ്റുകൾ ആ അന്തരീക്ഷത്തിൽ തലങ്ങും വിലങ്ങും പ്രത്യക്ഷപ്പെടുകയാണ്. അവയ്ക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല. മാർക്കിന്റെ ആ സോഡ് ലൈറ്റ് കടന്നു പോകുന്ന മേഖലകളിലും അവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പ്രത്യക്ഷപ്പെടുന്ന അതേ നിമിഷം തന്നെ അവയുടെ കയ്യിലുള്ള വാളിൽ നിന്ന് പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതും സോഡ് ലൈറ്റുകളാണ്. ശരിക്കും ആയിരക്കണക്കിന് സോഡ് ലൈറ്റുകൾ മാർക്കിന്റെ ആ സിംഗിൾ സോഡ് ലൈറ്റിനെ പ്രതിരോധിക്കുമ്പോൾ ആ സോഡ് ലൈറ്റുകൾക്കിടയിലൂടെ ആ ലേസർ രശ്മികൾ പോലെ ആ പെൺകുട്ടിയുടെ വിരലിൽ നിന്ന് പ്രകാശം മാർക്കിന്റെ ആ സോഡ് ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ലൂസിഫർ. ലൂസിഫർ മാർക്ക് ഇതിനെ എങ്ങനെ അതിജീവിക്കും നോക്കുമ്പോൾ താഴെ ഫാറ്റി സിധുവിന്റെ ആ ഡിവൈൻ ട്രീക്ക് അകത്ത് ചാങ്മാങ്ങും ജൂവും അതുപോലെ നിശബ്ദരായി ആ യുദ്ധം നോക്കി നിൽക്കുകയാണ്. ഈ യുദ്ധം അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ മുകളിൽ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ഇമോട്ടർ ക്രെയിനും ശ്രീറാമും അതുപോലെ ശ്രീഹരിയും. ഫാറ്റി സിധുവിന്റെ ആ ഡിവൈൻ ട്രീക്കകത്ത് ചാങ്മാങ്ങും ജൂവും ഫാറ്റി സിധുവും ആ യുദ്ധം അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ ഈ രംഗം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാക്ഷാൽ ഇമോട്ടർ ക്രെയിനും ശ്രീറാമും അതുപോലെ ശ്രീഹരിയും. ഇമോട്ടർ ക്രെയിനിന്റെ തൊട്ടുപുറകെ ഡീമൺ റേസിന്റെ ആളുകളുമുണ്ട്. അവര് ഈ യുദ്ധത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. പെട്ടെന്ന് ഇമോട്ടർ ക്രെയിൻ പറഞ്ഞു, മാർക്ക് നമ്മൾ ശരിക്കും അതിശയിപ്പിക്കുകയാണല്ലോ. ലൂസിഫർ ഒരു സെയിന്റാണ്, ഈമങ്ങും സെയിന്റാണ്. രണ്ട് സെയിന്റ് വേൾഡുകളുടെ അധിപന്മാരാണ് അവർ രണ്ടുപേരും. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ജൂച്ചനും അതുപോലെ ഒരു സെയിന്റാണ്. യഥാർത്ഥത്തിൽ 3 സെയിന്റുകളെ ഒരുമിച്ച് മാർക്ക് ഫെല്ലർ നേരിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അതിലൊരു സെയിന്റ് പെട്ടെന്ന് നടന്ന് പിന്മാറുകയാണ്. ഇപ്പോ ബാക്കി 2 സെയിന്റുമായി മാർക്ക് ഏറ്റുമുട്ടുമ്പോൾ മാർക്ക് ഒട്ടും പിന്നിലല്ല. അതാണ് ഇമോട്ടർ ക്രെയിൻ ആ ഡയലോഗ് പറയാൻ ഇടയൊക്കെ കാരണം. ആ നിമിഷത്തിൽ ശ്രീരാമും ശ്രീഹരിയും ഇമോട്ടർ ക്രെയിൻ നോക്കുന്ന പോലെ ആ യുദ്ധത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീറാം ഇമോട്ടർ ക്രെയിനോട് പറഞ്ഞു, ഇമോട്ടർ ക്രെയിൻ, ഞാനിപ്പോൾ നിങ്ങളെ വിട്ടു പോവുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്. അങ്ങനെ പറഞ്ഞ ശ്രീറാം അതിവേഗം ശ്രീഹരിയുടെ കയ്യിലെ ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തേക്ക് കയറി. കാര്യം മനസ്സിലായ ശ്രീഹരിയും അതേപോലെ തന്നെ ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തേക്ക് കയറി. പെട്ടെന്ന് ആ ഇൻവെസ്റ്റർ ഗോഡ്സ് അവിടെ നിന്ന് അങ്ങ് മറയുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായ ഡീമൺ റേസിലെ ആളുകൾ ഇമോട്ടർ ക്രെയിനോട് ചോദിച്ചു, ലോർഡ് ശ്രീറാം നമുക്കൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പല കാര്യങ്ങളും നേടുകയും ചെയ്ത ആളാണ്. ശ്രീറാം അങ്ങേ വിട്ടുപോകുമ്പോൾ അത് നമുക്ക് പൊതുവായി ദോഷമാകില്ലേ? ഈ 18 സെയിന്റുകളിലും ഏറ്റവും ശക്തനാരെന്ന് ചോദിച്ചാൽ അത് ഇമോട്ടർ ക്രെയിനാണെന്ന് എല്ലാവരും ഉത്തരം പറയും. ആ ഇമോട്ടർ ക്രെയിനോടാണ് ഇമോട്ടർ ക്രെയിനിന്റെ ഭാഗമായ ഡീമൺ റേസിലെ ആളുകൾ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ട് ഇമോട്ടർ ക്രെയിൻ ശ്രീറാമും ശ്രീഹരിയും അപ്രത്യക്ഷമായ ആ സ്ഥലത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പുഞ്ചിരിയോടുകൂടി അവരോട് പറഞ്ഞു, ഏയ് ഞാൻ അങ്ങനെ കരുതുന്നില്ല. ശ്രീറാം ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും. നമുക്കൊരാവശ്യം വന്നാൽ ശ്രീറാം നമുക്കൊപ്പമേ നിൽക്കൂ. ശ്രീറാമിനെ കുറിച്ചുള്ള ഇമോട്ടർ ക്രെയിൻ്റെ ശരിക്കും ശരിയായ ഒരു വിലയിരുത്തലാണ് നമ്മൾ അവിടെ കേട്ടത്. ശ്രീറാം സൗത്ത് പ്ലെയിനിൽ നിന്ന് ആ ഹോളി റീജന്റെ സെൻട്രൽ പ്ലെയിനിലേക്ക് വന്ന നിമിഷം മുതൽ ഇമോട്ടർ ക്രെയിനുമായി അടുപ്പമുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും ഇമോട്ടർ ക്രെയിനെ വിട്ടുപോകാൻ ശ്രീറാം തയ്യാറായിട്ടില്ല. ആ ശ്രീറാം ഇപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകുന്നെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും. ആ കാര്യം ഇമോട്ടർ ക്രെയിൻ അറിയാം. ഇമോട്ടർ ക്രെയിനും അതുപോലെ മറ്റ് ഡീമനുകളൊക്കെ ഇപ്പോൾ സാഗൂതം നോക്കുന്നത് മാർക്കും ലൂസിഫറും ഈമങ്ങുമായിട്ടുള്ള ആ യുദ്ധമാണ്. അതിശക്തമായ ഫൈറ്റ് അവിടെ നടക്കുന്നത്. ആ ഫൈറ്റിൽ ആരും വിജയിക്കാതെ സമാസമം നിൽക്കുകയാണെന്ന് പറയാം. ആ സമാസമം നടക്കുന്ന ആ യുദ്ധത്തിനിടയിൽ പെട്ടെന്നാണ് മാർക്ക് നേരത്തെ ആ ജൂച്ചനെതിരെ ഉപയോഗിച്ച് അതേ ലാവ പ്രയോഗം ഒരിക്കൽ കൂടി നടത്തിയത്. മാർക്കിന്റെ കൈ ഒരു പ്രത്യേക രീതിയിൽ നിന്ന് അനങ്ങിയതും തറയിൽ നിന്ന് അനവധി അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ഒലിക്കും പോലെ മുകളിലേക്ക്
ലാവ പമ്പ് ചെയ്ത് വരികയാണ്. ശരിക്കും ആ ലാവയ്ക്ക് ഒരു ഡയറക്ഷൻ പോലും മാർക്ക് കൊടുക്കുകയാണ്. ആ ഡയറക്ഷൻ ഈ ബെങ്ങിന് നേരെയാണ്. ഈ ബെങ്ങിന് നേരെ ആ ലാവ പാഞ്ഞു വന്നതും ഈ ബെങ്ങിന് ചുറ്റുമുണ്ടായിരുന്ന ആ ഗോസ്റ്റുകളൊക്കെ ആ നിമിഷം കരിഞ്ഞ് ഏതാണ്ട് അപ്രത്യക്ഷമായ ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ആ ഗോസ്റ്റുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ശക്തമായ തീച്ചൂളയിലേക്ക് ആ ഗോസ്റ്റുകളെ മാർക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയാം. ഈ ബെങ്ങിനെ അത് ശരിക്കും ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ പേഴ്സണൽ ആർമിയായി കൊണ്ടു നടക്കുന്ന ഗോസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ അവിടെ ആ നിമിഷം ഉണ്ടായിരുന്നത്. ശരിക്കും ഗോസ്റ്റ് വേൾഡിൽ നിന്ന് ഇഷ്ടാനുസരണം അങ്ങനെ ഗോസ്റ്റുകളെ വിളിച്ചു വരുത്താനൊന്നും ഈ ഈമെങ്ങിന് പറ്റില്ല. പക്ഷെ അയാൾ ഒരു പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്ത് അയാൾക്കൊപ്പം കൊണ്ടു നടക്കാറുണ്ട്. ആ ആർമിയാണ് മാർക്കിൻ്റെ ആ ലാവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദേഷ്യം കൊണ്ട് ചുമന്ന ഈമെങ്ങും അതേപോലെ ലൂസിഫറും ഒരുമിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്തതും താഴെ നിന്ന് ഷാങ് മാങ്ങും മുകളിലേക്ക് കുതിച്ചു. ഷാങ് മാങ് ഒരു ഭാഗത്തും മറുഭാഗത്ത് ഫാറ്റി സീതുമാണ്. ഫാറ്റി സീതും ഏതാണ്ട് ഇപ്പൊ പീക്ക് ലെവൽ പവറിൽ എത്തിയിട്ടുണ്ട്. 15th ലെവലിലേക്ക് ഫാറ്റി സീതു എത്തിയെന്ന് പറയാം. 15th ലെവലിൽ കഴിഞ്ഞാൽ ഹോളി കോൺഷ്യസ് ലെവലാണ്. ഹോളി കോൺഷ്യസ് ലെവലിലെ ആളുകളെ പോലും എതിർക്കാനും പരാജയപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഫാറ്റി സീതുവിന് ഇപ്പോൾ ഉണ്ട്. ഫാറ്റി സീതുവിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്ടംപോലെ ആർട്ടിഫാക്റ്റുകളുണ്ട്. ആ ആർട്ടിഫാക്റ്റുകൾ ഓരോന്നും ഓരോ സംഭവങ്ങളാണ്. ഫാറ്റിയും ഷാങ് മാങ്ങും മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇരുഭാഗത്തു നിന്നും ലൂസിഫറെ ഈമെങ്ങിനെ നേരിടുമ്പോൾ അവിടെ ആ അസാസിൻ കിങ്ഡത്തിൽ രണ്ടാളുകൾ ലാൻഡ് ചെയ്തു. ശ്രീറാമും ശ്രീഹരിയും അവിടെ ലാൻഡ് ചെയ്തതും അവരുടെ ആ എൻട്രി അവിടെയുള്ള ചില ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. ശ്രീറാമും ശ്രീഹരിയും തറയിലൂടെ മുന്നിൽ കാണുന്ന കോട്ട ലക്ഷ്യമാക്കി നടക്കുകയാണ്. കണ്ട ചില ആളുകൾ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വന്ന ആ ആളുകൾ മുന്നിലേക്ക് വന്നു എന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് തന്നെ ഒരു ഭാഗ്യം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം ശ്രീറാം മുന്നിലേക്ക് തന്നെ നടക്കുകയാണ്. ശ്രീറാമിന് തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ അവിടെ ഇല്ല. ശ്രീറാം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഒരു പിടിയില്ല. ശ്രീറാമിന് കൈ ഒന്ന് ചലിച്ചത് തൊട്ട് പുറകെ നടക്കുന്ന ശ്രീഹരി കണ്ടിരുന്നു. ശരിക്കും തോക്കിന്റെ കാഞ്ചി വലിക്കും പോലെ ശ്രീറാം ആ കൈ 2 പ്രാവശ്യം ഒന്ന് അനക്കിയതും ഇരുഭാഗത്തും ഉണ്ടായിരുന്ന ആ ഭടമ ചിതറി തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ശ്രീറാമിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. വളരെ കൂളായി ശ്രീറാം മുന്നോട്ട് നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് ശ്രീറാമിനെ എതിരിടാൻ വരുന്ന ആളുകളുടെ എണ്ണവും അങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ ഡസൻ കണക്കിന് ആളുകളാണ് അതിവേഗം ശ്രീറാമനെ അങ്ങ് വളഞ്ഞത്. പക്ഷെ വളയാനേ അവർക്ക് പറ്റൂ. അവര് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കക്ഷി ആരാണ് എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുമ്പോഴേക്കും അവര് അവസാനിച്ചിട്ടുണ്ടാവും. ഹോളി റീജിയനിലെ ആ സതേൺ പ്രൊവിൻസിന്റെ സെക്ഷൻ മാസ്റ്ററായി ഒരുപാട് കാലം ഉണ്ടായിരുന്ന ശ്രീറാമിന്റെ ആ പവർ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മളിവിടെ കാണുകയാണ്. ശ്രീഹരി ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. ശ്രീഹരിയുടെ അടുത്തേക്ക് ഏതെങ്കിലും അറ്റാക്ക് വരുമ്പോൾ ആ അറ്റാക്ക് ആദ്യം അറിയുന്നത് ശ്രീറാമാണ്. ശ്രീറാം അവരെ തകർത്ത് തരിപ്പണമാക്കിയാണ്. ഒരു ഭാവമാറ്റവും ഇല്ലാതെ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ട് ശ്രീറാമും അങ്ങനെ നടക്കുമ്പോൾ ശ്രീഹരിയും പതുക്കെ ആക്ട് ചെയ്തു തുടങ്ങി. ശ്രീഹരി നന്മയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ്. ആവശ്യമില്ലാതെ ആളെ കൊല്ലുക ശ്രീഹരിയുടെ ജോലിയല്ല. പക്ഷെ ശ്രീറാം അങ്ങനെയേ അല്ല. എതിരാളി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതും ശ്രീറാമിൻ്റെ വിഷയമേ അല്ല. എതിരാളി ആണോ എന്നത് മാത്രമാണ് വിഷയം. എതിരാളിയാണെങ്കിൽ അയാളെ അവസാനിപ്പിക്കുക എന്നല്ലാതെ ഒരു ഇടത്തട്ട് ശ്രീറാമനില്ല. അതുകൊണ്ട് തന്നെ ആ കോട്ടയിലേക്കുള്ള അവരുടെ യാത്ര മുന്നോട്ട് പോകുന്തോറും ഇല്ലാതാകുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. ശരിക്കും ശ്രീറാമും ശ്രീഹരിയും വന്നു ചേർന്നിരിക്കുന്നത് അസാസിൻ കിങ്ഡത്തിനകത്താണ്. അവിടെയുള്ള മുഴുവൻ മാർഷൽ ആർട്ടിസ്റ്റുകളെയും ജൂച്ചൻ അസാസിനുകളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും വാടക കൊലാളികൾ ആക്കാൻ പറ്റുന്ന ശൈലിയിൽ അവരുടെ കപ്പാസിറ്റി, അവരുടെ സ്കിൽ സെറ്റ്, അവരുടെ ആയുധവിദ്യ എല്ലാം വളർത്തിയെടുത്തിരിക്കുകയാണ്. അതീവ വേഗതയിൽ തികച്ചും അപ്രതീക്ഷിത പോയിന്റിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് ഈ അസാസിൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആ പ്രത്യേകതകളൊക്കെ ശ്രീറാം എന്ന അമാനുഷികന് മുന്നിൽ തകർന്ന് തരിപ്പണമാകുന്ന മാന്ത്രിക കാഴ്ച അങ്ങനെ തുടരുമ്പോൾ പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ആ അസാസിൻ കിങ്ഡത്തിലെ രണ്ടാമൻ എന്ന് വിളിക്കുന്ന ഒരു കക്ഷിയാണ് രംഗത്ത് വന്നത്. അയാള് രംഗത്ത് വന്നതും ബാക്കിയുള്ള അസാസിൻസ് പെട്ടെന്ന് മാറി. സെയിന്റ് യൂമോ എന്ന് വിളിക്കപ്പെടുന്ന ആ വ്യക്തി കോട്ടയ്ക്ക് നേരെ നടന്നു വരുന്ന ശ്രീറാമിനെ ഒന്ന് നോക്കി. അയാൾ ശ്രീറാമിനോടായി പറഞ്ഞു, ഏയ്, അതിക്രമിച്ച് കയറാൻ ഒരാൾക്കും അനുവാദമില്ലാത്ത ഒരു സ്ഥലത്താണ്
നിങ്ങൾ എത്തിയിരിക്കുന്നത്? ആരുടെ ധൈര്യത്തിലാണ് ഇവിടേക്ക് നീ അതിക്രമിച്ച് കയറിയത്? ശ്രീറാമിനെ കാണുമ്പോൾ അറിയാം ശ്രീറാം ഒരു ഡാവോ കോൺഷ്യസ് ലെവലിലെ യോദ്ധാവാണെന്ന്. കൂടിപ്പോയ ഒരു 15th ലെവലിലെ യോദ്ധാവ്. അതിനപ്പുറത്തേക്ക് ശ്രീറാമിൽ നിന്ന് നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ഓറ അതാ പറയുന്നത്. ഹോളി കോൺഷ്യസിലെ പീക്ക് പവറിലാണ് സാക്ഷാൽ സെയിന്റ് യൂമോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു പുച്ഛഭാവം ആ നോക്കുനാക്കുണ്ടാവും. സെയിന്റ് യൂമോ ആ കോട്ടയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ പുച്ഛഭാവത്തോടുകൂടിയാണ് ശ്രീറാമിനെ നോക്കിയതും ആ ചോദ്യം ചോദിച്ചതും. ആ ചോദ്യം കേട്ട് ശ്രീറാം കൈ ഒന്ന് ചുരുട്ടി ഒരൊറ്റ ഇടി. ശരിക്കും വളരെ സാവധാനം കൈ ചുരുട്ടുന്ന ശ്രീറാമിൻ്റെ ആ കൈ ചുരുട്ടൽ പ്രക്രിയ യൂമോ കണ്ടിരുന്നു. യൂമോയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. താൻ ഈ ഡയലോഗ് പറഞ്ഞിട്ടും തനിക്കെതിരെ ആക്രമണത്തിന് തുനിയുന്ന ആ എതിരാളിയുടെ അവസ്ഥ എന്താകും എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു പുഞ്ചിരിയാണ് യൂമയുടെ മുഖത്തുണ്ടായത്. യൂമയുടെ ആ പുഞ്ചിരി അങ്ങനെ നിലനിൽക്കുമ്പോഴേക്കും ശ്രീറാം വായുവിൽ ആഞ്ഞൊന്നിടിച്ചിരുന്നു. ശ്രീറാം വായുവിൽ ആഞ്ഞൊന്നിടിച്ചതും പെട്ടെന്ന് സകലരെ അമ്പരപ്പിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ടായി. ശ്രീറാമിന്റെ കൈ പതിച്ച സ്ഥലത്ത് പെട്ടെന്ന് ഇരുട്ടായി. ആ ഇരുട്ട് അതിവേഗം വ്യാപിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് യൂമയ്ക്ക് മനസ്സിലാകും മുമ്പ് ആ ഇരുട്ട് ആ എൻ്റെ പ്രദേശത്തെയും അങ്ങ് വിഴുങ്ങിയെന്ന് പറയാം. ബ്ലാക്ക് ഹോളിന്റെ സൃഷ്ടാവായ സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ ശ്രീറാമിന്റെ ആ ഇടി അവിടെ സൃഷ്ടിച്ചത് ശരിക്കും ഒരു ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടതും ആ പ്രദേശത്തുണ്ടായിരുന്ന എൻറ്റയർ പ്രകാശവും ശബ്ദവും എന്ന് വേണ്ട സകലതും ആ ബ്ലാക്ക് ഹോളിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. സകല പൊടിപടലങ്ങളും സകല കെട്ടിടങ്ങളും സകല ആളുകളും ഡെഡ് ബോഡിയും എന്ന് വേണ്ട സകലതും ആ ബ്ലാക്ക് ഹോൾ അങ്ങ് വലിച്ചെടുത്തു. ശരിക്കും ഒരു ഒറ്റ ഇടിയിൽ വായുവിൽ ഒരു കൂറ്റൻ ഹോളാണ് യഥാർത്ഥത്തിൽ ശ്രീറാം സൃഷ്ടിച്ചത്. ആ ഹോളിനകത്തേക്ക് വൻതോതിൽ സാധനങ്ങൾ വലിച്ചെടുക്കപ്പെടുന്ന അമ്പരപ്പിക്കുന്ന ആ കാഴ്ച യൂമയെ ഞെട്ടിപ്പിച്ചതിന് കൈയും കണക്കുമില്ലെന്ന് പറയാം. അതൊരു സെയിന്റാണ്. ആ സെയിന്റിന്റെ പവർ മറ്റെല്ലാവരുടെയും പവറിനേക്കാൾ മുകളിൽ നിൽക്കുന്നതാണ്. സെയിന്റിനെ തോൽപ്പിക്കാൻ ഒരു ഗോഡിനെ പറ്റൂ. പക്ഷേ ആ സെയിന്റിന്റെ കൺമുന്നിൽ വെച്ച് ഇതാ ഒരു ഡാവോ കോൺഷ്യസ് ലെവലിലെ ഒരാള് ഒറ്റയിടിക്ക് ഒരു ശൂന്യത സൃഷ്ടിക്കുകയും ആ ശൂന്യത എല്ലാത്തിനെയും വിഴുങ്ങുകയും ചെയ്യുകയാണ്. ആ കാഴ്ച യൂമയുടെ മുഖത്തെ ആ പുഞ്ചിരി അങ്ങ് മാച്ചു. പെട്ടെന്ന് അയാൾ ചാടി ഉയർന്ന് അതിശക്തമായി ആ ബ്ലാക്ക് ഹോളിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പ്രയോഗം നടത്തി. അയാളുടെ ഇരു കൈകളിലും പ്രത്യക്ഷപ്പെട്ട ആ ചങ്ങലകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ബ്ലാക്ക് ഹോളിനെ വലിച്ചു കീറാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അയാളുടെ കയ്യിൽ നിന്ന് ശക്തമായി ചങ്ങലകൾ താഴേക്ക് പാഞ്ഞു വന്ന് ആ ബ്ലാക്ക് ഹോളിന്റെ മൂടിയിൽ വീണ് മൂടിക്കിനെ വലിച്ചു കീറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അങ്ങനെ ആ പാഞ്ഞു വന്ന് വീണ ആ ചങ്ങല പോലും ആ ബ്ലാക്ക് ഹോൾ പെട്ടെന്ന് വലിച്ചെടുത്തു. താൻ പോലും അതിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുണ്ടെന്ന് തോന്നിയ ആ നിമിഷത്തിൽ കൈവിടർത്തി ആ ചങ്ങലിൽ നിന്ന് രക്ഷപ്പെട്ട യൂമോയുടെ മുഖത്ത് അമ്പരപ്പിക്കുന്ന ഒരു ഞെട്ടലുണ്ട്. ശരിക്കും അയാളുടെ മുഖത്ത് നിന്ന് ആ ഒരു ഞെട്ടൽ ഒരാൾക്കും ഇതിനു മുമ്പ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊരു സെയിന്റ് ആണ്. വെറും ഒരു ഡാവോ കോൺഷ്യസ് ലെവലുകാരൻ ഒരു സെയിന്റിനെ ഈ ശൈലിയിൽ പരാജയപ്പെടുത്തുമെന്ന് അയാൾ എങ്ങനെ വിശ്വസിക്കാം? പക്ഷേ സെയിന്റ് തന്നെയാണല്ലോ. അയാളുടെ സെയിന്റിലെ പവറുകൾ പെട്ടെന്ന് അയാളുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതിശക്തമായ സെയിന്റ് ഓറ പുറത്തേക്ക് വന്ന അയാൾ ആ നിമിഷത്തിൽ ഒന്ന് മുകളിലേക്ക് ചാടി ഉയർന്ന് ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് ലക്ഷ്യം ശ്രീറാമിലേക്ക് മാറ്റി. ശ്രീറാമിന്റെ മുകളിലേക്ക് അതിശക്തമായ അയാൾ ആ പ്രകാശ ബീമുകൾ ചങ്ങലകൾ പോലെ താഴേക്ക് ആവർത്തിച്ച് സൃഷ്ടിച്ചതും ശ്രീറാം തൻ്റെ ആ വലത് കൈ ഒന്ന് കറക്കി. ആ വലത് കൈ ഒന്ന് കറക്കിയതും പെട്ടെന്ന് ആ എൻറ്റയർ മേഖലയിലേക്കും ആ ഇരുട്ടങ്ങ് വ്യാപിച്ചു. നേരത്തെ മുൻഭാഗത്ത് മാത്രമാണ് ആ ഇരുട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഇരുട്ട് അതിവേഗം പടരുകയാണ്. അങ്ങനെ പടരുന്നതിനിടയിൽ ശ്രീറാം തറയിന്ന് മുകളിലേക്ക് കുതിക്കുകയും ചെയ്തു. ശരിക്കും ആ ഇരുട്ടങ്ങനെ പടരുന്നതിനിടയിൽ മുകളിലേക്ക് ശ്രീറാം കുതിച്ചെത്തിയത് യൂമോ കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. യൂമോ പെട്ടെന്ന് തൻ്റെ മുഖത്ത് ശ്വാസം അടിക്കുന്നത് അറിഞ്ഞപ്പോഴാണ് മുന്നിലേക്ക് നോക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് അതിക്രമിച്ചിരുന്നു. യൂമയ്ക്ക് അയാളുടെ മുഖത്തെ ഞെട്ടൽ മാറ്റാൻ കഴിയുമ്പോൾ അയാളുടെ തല ഉടലിൽ നിന്ന് നഷ്ടമാകുകയും ചെയ്തു. ശരിക്കും ഒറ്റ കൈ കൊണ്ട് ശ്രീറാം ആ തലങ്ങ് ഊരിയെടുക്കുകയായിരുന്നു. ശരിക്കും അങ്ങനെ ഊരിയെടുക്കപ്പെട്ട തലയുടെ വാ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യത്തിന് താനിതാ സാക്ഷിയായിരിക്കുന്നു എന്ന് ആ വാ നമ്മൾ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ കണ്ണുകളിലും ആ അമ്പരപ്പുണ്ട്. ശ്രീറാം ആ തല ഇങ്ങനെ ഊരിയെടുത്ത് ആ ബോഡി
ആ ബ്ലാക്ക് ഹോളിനകത്തേക്ക് എറിയുന്നതും ശ്രീറാം കൈ ഒന്ന് പിൻവലിച്ചതും ആ ബ്ലാക്ക് ഹോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ശ്രീറാം ആ യൂമോയുടെ തലയുമായി താഴെ ലാൻഡ് ചെയ്തു. താഴെ ഉണ്ടായിരുന്ന ഒത്തിരിയേറെ ഭടന്മാർ ഇപ്പോൾ അവിടെയില്ല. പൂർണ്ണ നിശബ്ദതയാണ് ഇപ്പോൾ ആ സെയിന്റ് കിങ്ഡത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. ഈ കാഴ്ച അസാസിനുകളുടെ ആ തലവനായ സഷൽ ജൂച്ചൻ കൃത്യമായി കണ്ടു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രംഗത്തിലാണ് അയാൾ സാക്ഷിയായിരിക്കുന്നത്. അവിടെ എത്തിയിരിക്കുന്ന ശ്രീറാമും ശ്രീഹരിയും അവരാരാണെന്നൊന്നും ജൂച്ചൻ അറിയത്തില്ല. ശ്രീറാം ഫൈറ്റ് ചെയ്യുന്നത് അയാൾ അതിനു മുമ്പ് കണ്ടിട്ടുമില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അയാൾ ശ്രീറാമിന്റെ ആ ഫൈറ്റ് കാണുന്നത്. അയാളെ ശരിക്കും ആ ഫൈറ്റ് അമ്പരപ്പിച്ചിരിക്കുകയാണ്. തനിക്ക് ചിലപ്പോൾ ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ജൂച്ചൻ പെട്ടെന്ന് ആ കിങ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു കുതിപ്പ്. അയാളുടെ രാജ്യത്തിന് അതിർത്തിയിലേക്ക് അയാൾ കുതിച്ചെത്തുമ്പോൾ അയാളുടെ ബോഡിയിൽ ഒരു തിളക്കം. അയാൾ കുനിഞ്ഞ് അയാളുടെ നെഞ്ചിലേക്ക് നോക്കുമ്പോൾ നെഞ്ചിൽ ഒരു തിളക്കം. അയാൾ അമ്പരപ്പോടെ ആ തിളക്കത്തിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ആ തിളക്കത്തിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ മുഖം കാണാം. അത് കണ്ടതും അയാൾ അറിയാതെ നിന്നുപോയി. മാർക്ക് ഫെല്ലർ അയാളുടെ ബോഡിയിൽ ഒരു അടയാളം അവശേഷിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും ഷെൻഷിയാവുടെ ആ കിങ്ഡത്തിൽ നിന്ന് അയാൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ മാർക്കിന്റെ ആ പഞ്ച് അയാളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചതല്ല, പകരം അയാളുടെ ബോഡിയിൽ ഒരു അടയാളം സൃഷ്ടിക്കാനായി മാർക്ക് കൊടുത്ത പഞ്ചാണ്. ഇപ്പോഴാണ് ജൂച്ചനിന് ആ യാഥാർത്ഥ്യം മനസ്സിലായത്. തന്റെ സകല ശക്തിയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ ഡിവൈൻ കിങ്ഡത്തിലാണ്. അവിടെ നിന്ന് പുറത്ത് എങ്ങോട്ട് പോയാലും മാർക്ക് തന്നെ ഫോളോ ചെയ്യും. മാർക്കിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഈ കിങ്ഡത്തിനുള്ളിൽ വെച്ച് മാത്രമാണ്. ഇവിടെ താനാണ് ലോഡ്. ആ യാഥാർത്ഥ്യം ശരിക്കും ജൂച്ചന് അറിയാം. ജൂച്ചൻ ഉടൻ ഒളിച്ചോടാനുള്ള പദ്ധതി ഉപേക്ഷിച്ചു. അയാൾ വീണ്ടും ആ ശ്രീഹരിയും ശ്രീറാമുള്ള ഭാഗത്തേക്കെത്തി. ആ അന്തരീക്ഷത്തിലേക്ക് അയാൾ മടങ്ങിയെത്തിയതും ശ്രീറാമിനോടായി ജൂച്ചൻ പറഞ്ഞു, ഏയ് നീ ആരാ എന്നൊന്നും എനിക്കറിയില്ല, നീ ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശവും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, നീ ശരിക്കും ശക്തൻ തന്നെയാണ്. പക്ഷെ ആ ശക്തി നീ എടുക്കാൻ പാടില്ലാത്ത എടുത്തിരിക്കുന്നത്. സുഹൃത്തെ, ഇനി നിനക്ക് മടങ്ങിപ്പോവാനാവില്ല. അങ്ങനെ പറഞ്ഞ ജൂച്ചൻ അയാളുടെ കൈ ഒന്ന് ചലിപ്പിച്ചതും ആ കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. ആ വാള് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അയാൾ ശ്രീറാമിന് നേരെ ഒന്ന് ചൂണ്ടി. അങ്ങനെ ചൂണ്ടിയ ആ നിമിഷത്തിൽ ശരിക്കും ആ വാളിന്റെ ടിപ്പിൽ നിന്ന് ഒരു പ്രകാശം അതിവേഗം താഴേക്ക് പാഞ്ഞു വരികയാണ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പ്രകാശത്തെ കണ്ട ശ്രീറാമിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. വളരെ കൂളായിട്ടാണ് ശ്രീറാം ആ പ്രകാശത്തെ നോക്കിക്കാണുന്നത്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പ്രകാശത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശ്രീറാമിന്റെ കൈ വിരൽ ഒന്ന് അനങ്ങിയതും ശരിക്കും ശ്രീറാമിന്റെ തൊട്ടു മുന്നിൽ ഒരു പിടിയുള്ള ഒരു ഫലകം പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രകാശം ശ്രീറാമിന്റെ നേരെ വന്നതും ശ്രീറാം ആ ഇടത് കൈകൊണ്ട് ആ ഫലകത്തെ പിടിച്ച് ഒരു ഒറ്റ ഇടി. അതിൻ്റെ ഒരു പ്രതിധ്വനി ആ പ്രകാശത്തിന്റെ എൻഡിലുള്ള ജൂച്ചന്റെ ബോഡിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ശരിക്കും ലൈറ്റിനിങ് വേഗത്തിലാണ് ശ്രീറാമിന്റെ ആ ഇടത് കൈ ഒന്ന് ചലിച്ചത്. ഇവിടെ ഈ രംഗം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഷെൻഷിയാവുടെ ആ കിങ്ഡത്തിൽ ലൂസിഫറും ഈമങ്ങും ചേർന്ന് മാർക്കിനെയും ഷാങ്മാങ്ങിനെയും അതുപോലെ ഫാറ്റിസ് സുദുനെയും അതിശക്തമായി നേരിടുകയാണ്. ഇവിടെ ലോഡ് എന്ന് പറയാവുന്നത് ചാങ്മാങ് ആണ്. ബാക്കി രണ്ടുപേരും 15th ലെവലിലും അതിന്റെ താഴെ നിൽക്കുന്ന രണ്ട് യോദ്ധാക്കളാണ്. മറുഭാഗത്തുള്ളത് ഹോളി കോൺഷ്യസ് ലെവലിലെ അവസാന സ്റ്റേജിലെത്തിയ രണ്ട് കിടിലം യോദ്ധാക്കളാണ്. രണ്ടുപേരും അതാത് സെയിന്റ് കിങ്ഡങ്ങളിലെ ലോഡുകളാണ്. ലോഡ് യോമിങ്ങും അതുപോലെ ലോഡ് ലൂസിഫറും. ലൂസിഫർ യഥാർത്ഥത്തിൽ ഒരു ഗോഡ് ലെവലിലേക്ക് കടന്നിരിക്കുന്ന കഥാപാത്രമാണ്. ആ ശക്തി രണ്ടായി മുറിച്ച് അയാളുടെ ബോഡിയിൽ ഒരു ഭാഗം സീൽ ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷെ അതിപ്പോ ആ സീലിംഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അയാളുടെ ബോഡിയുടെ ഭാഗമായി മാറുകയാണ്. അതിശക്തമായ ഒരു യുദ്ധത്തിലേക്ക് പെട്ടെന്ന് ആ കഥയങ്ങ് മാറി. മാർക്ക് ഫെല്ലറുടെ ആ ലാവ കൊണ്ടുള്ള ആക്രമണത്തെ നിഷ്പ്രയാസം നേരിടാവുന്ന ശൈലിയിലേക്ക് പെട്ടെന്ന് ലൂസിഫറിന്റെ ആ എൻ്റെ ശക്തി വർദ്ധിച്ചു. ലൂസിഫറിന്റെ ഇരു പവറുകളും ഒരുമിച്ച് ജോയിൻ ചെയ്തപ്പോൾ ലൂസിഫറിന് ഒരു ഡിവിനിറ്റി വന്നിരിക്കുകയാണ്. ഒരു ദൈവികത്വം ലൂസിഫറിലേക്ക് വന്നിട്ടുണ്ട്. ലൂസിഫറിന്റെ എൻറ്റയർ പവറും വർദ്ധിച്ചു. തൽഫലമായി അയാളുടെ അറ്റാക്കിന്റെ വേഗതയും കൂടി. അതേസമയത്ത് യോമിങ്ങും ആ ഗോസ്റ്റ് വേൾഡിന്റെ ഫുൾ പവറിൽ മാർക്ക് ഫെല്ലറെയും അയാളുടെ ടീമങ്ങളെ നേരിട്ടപ്പോൾ
മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം പതുക്കെ പതുക്കെ ഉണ്ടായി വരികയാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും സാധാരണഗതിയിലുള്ള അതേ സുവർണ പ്രകാശം പെട്ടെന്ന് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒരു വലിയ പ്രഭയായി മാറി. ആ പ്രഭ അതിവേഗം ഒരു രൂപം ആർജിക്കുകയാണ്. ആ രൂപം ഒരു ആക്സിന്റെ രൂപമാണ്, ഒരു മഴുവിന്റെ രൂപം. ആ മഴു മാർക്കിന്റെ തൊട്ടു മുന്നിൽ രൂപം കൊണ്ടതും മാർക്ക് ആ മഴുവെടുത്ത് ഒരൊറ്റ വീശ്. മാർക്കിന്റെ അതിശക്തമായ മഴു വീശലിൽ അതിവേഗതയിൽ ഒരു സുവർണ പ്രകാശം ആകാശത്തേക്ക് അങ്ങനെ പാഞ്ഞിരുന്നു. ആ നിമിഷത്തിൽ ശരിക്കും ആ എൻഷ്യർ മേഖലയും ലൂസിഫറിന്റെ പവറാൽ കവർ ചെയ്യപ്പെട്ട ആ സമയത്താണ് മാർക്ക് ഫെല്ലറുടെ ശക്തമായ ആ വീശലിൽ ആ പവർ രണ്ടായി കീറി മുറിക്കപ്പെടുന്നത്. ഒരു ഡിവൈൻ പവറിനെ സാധാരണഗതിയിൽ ഒരാൾക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാർക്കിന്റെ ആ സുവർണ ആക്സ് ആ ഡിവൈൻ പവറിനെ രണ്ടായി കീറി മുറിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മറുഭാഗത്ത് ആ അസാസിൻ കിങ്ഡത്തിനകത്ത് ജൂച്ചിന്റെ കയ്യിൽ ഇപ്പോ ഒരു ചങ്ങല പോലെ ഒരു സംഭവം കാണാം. അയാൾ കൈയൊന്ന് അനക്കിയതും ആ തറയിൽ നിന്ന് ഒരു ചങ്ങല അയാളുടെ കയ്യിലേക്ക് അങ്ങനെ വരികയായിരുന്നു. ശരിക്കും വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം നമുക്ക് ആ ചങ്ങലയ്ക്കുള്ളിലെ പ്രത്യേകത കാണാൻ പറ്റിയേക്കും. ചങ്ങല പോലെ തോന്നുന്ന ആ സംഭവത്തിന് വല്ലാത്തൊരു തിളക്കമുണ്ട്, അതിനൊരു ബൗണ്ടറിയും ഉണ്ട്. ആ ബൗണ്ടറിക്കുള്ളിൽ നല്ല കടുത്ത വെളുത്ത നിറത്തിൽ എന്തോ ഉണ്ട്. അതാണ് അയാൾ കൈ പിടിച്ചിരിക്കുന്നത്. ആ കയ്യിൽ ആ ചങ്ങല പിടിച്ചിട്ട് അയാൾ ശ്രീരാമനെയും ശ്രീഹരിയും ഒന്ന് നോക്കി. അയാൾ അവരോടായി പറഞ്ഞു, ഇതാണ് ഡ്രാഗൺ വെയിൻ. ഈ 18 കിങ്ഡങ്ങളിൽ വെച്ച് ഏറ്റവും ഡിവിനിറ്റി ഉള്ളത്, ദൈവികത്വമുള്ളത് ഈ ലാൻഡിനാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിവൈൻ ലാൻഡ് ഡ്രാഗൺ വെയിൻ എന്ന് പറയുന്നത്. ആ കഥാപാത്രം പറയുന്ന സംഭവം ശരിക്കും ശ്രീരാമനും ശ്രീഹരിക്കും മനസ്സിലാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ആയുധത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. അതൊരു വാളല്ല, മഴുവല്ല, അങ്ങനെ ഒന്നുമല്ല, സാധാരണഗതിയുള്ള ചങ്ങലയുമല്ല. പക്ഷെ അവൻ പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ കൈ കാണുന്ന ആർക്കും അറിയാം അവൻ എന്തോ വസ്തുവിൽ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ എന്താണ് പിടിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാനും പറ്റില്ല. എന്നാൽ താഴോട്ട് എന്തോ ഒരു തിളക്കം കാണുന്നുമുണ്ട്. അത് അവൻ നിൽക്കുന്ന ആകാശത്തുനിന്ന് താഴെ തറ വരെ ഉണ്ടെന്നാലും. എപ്പോഴാണ് അവൻ തറയുന്നത് വലിച്ചു പൊക്കിയെടുത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവൊന്നുമില്ല. പക്ഷേ അവൻ പെട്ടെന്ന് ആ ഡിവൈൻ ലാൻഡിന്റെ ആ ഡ്രാഗൺ വെയിൻ ഒന്ന് ചലിപ്പിച്ചു. അവനത് ചലിപ്പിച്ചതും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ ആ ചലനത്തിന്റെ ഫലമായി അന്തരീക്ഷം മുഴുവൻ ഉണ്ടാവുകയാണ്. ആ പ്രഷർ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിശക്തമായ ഒരു തള്ള് ശ്രീറാമും ശ്രീഹരിയും നിൽക്കുന്ന ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ തള്ള് അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് മാത്രമല്ല, ആ എൻ്റയർ കിങ്ഡത്തിലേക്കും വ്യാപിക്കുകയാണ്. മുകളിൽ നിൽക്കുന്ന ജൂച്ചന് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ശരിയിൽ ഒരു പ്രഷർ താഴേക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണെന്ന് പറയാം. ശക്തമായ പ്രഷർ അങ്ങനെ അനുഭവപ്പെട്ടതും ശ്രീറാമന്റെ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ചലിച്ചു. ആ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ ചലിച്ചതും ശ്രീരാമനെ ശ്രീഹരിയും റൗണ്ട് ചെയ്തുകൊണ്ട് ഒരു വൃത്തമുണ്ടായി. ശ്രീറാം ആ കൈ അനക്കം വീണ്ടും തുടരുകയാണ്. പെട്ടെന്ന് ആ റൗണ്ടിന് ചുറ്റും മറ്റൊരു റൗണ്ടുകളുണ്ടായി. അതിനു ചുറ്റും അടുത്ത വൃത്തം, അതിനു ചുറ്റും അടുത്ത വൃത്തം. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ വൃത്തങ്ങളുടെ ഒരു വൻ നിര തന്നെ അവിടെ ഉണ്ടായെന്ന് പറയാം. 10,000 വൃത്തങ്ങൾ ശ്രീഹരിക്കും ശ്രീരാമനും ചുറ്റുമായി അങ്ങ് പെട്ടെന്നാണ് ഉണ്ടായത്. സിംഗുലാരിറ്റി എന്ന് പറയുന്ന ആ ടെക്നിക്ക് മാർക്ക് ഫെല്ലർ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഇതാ ശ്രീരാമൻ ഉപയോഗിക്കുകയാണ്. ശരിക്കും വായുവിനെ 10,000 ചെറു ബാരിയറുകളാക്കി ശ്രീറാം കൺവേർട്ട് ചെയ്തു എന്ന് പറയാം. ആ കൺവേർട്ട് ചെയ്യപ്പെട്ട മതിലുകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ ജൂച്ചന്റെ ആ പവർ എത്തി നിൽക്കുന്നത്. ജൂച്ചൻ അതിശക്തമായി പ്രഷർ ചെയ്യുമ്പോൾ അയാൾക്ക് മുന്നിൽ 10,000 മതിലുകളാണ്. ശ്രീറാമിന്റെ ആ ആക്ഷൻ ജൂച്ചനെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ശൈലിയിൽ ശക്തമായ പ്രഷർ അയാളുടെ പുറത്ത് അനുഭവപ്പെടുകയാണ്. ശരിക്കും അയാളുടെ കയ്യിലിരിക്കുന്നത് ഡിവൈൻ ലാൻഡിന്റെ ആ ഡ്രാഗൺ വെയിനാണ്. ആ ഡ്രാഗൺ വെയിൻ ഇത് ശക്തമായി ഉപയോഗിച്ചിട്ടും ആ ഡ്രാഗൺ വെയിൻ്റെ പവറിനെ ഇവിടെ മതിലുകൾ കൊണ്ട് ശ്രീറാം പ്രതിരോധിക്കുകയാണ്. ജൂച്ചൻ ആ ഡിവൈൻ വെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ മതില് തകർക്കാൻ ആ ശ്രമം നടത്തുന്ന ആ സമയത്ത് മറുഭാഗത്ത് ഷെൻഷിയാവോ കിങ്ഡത്തിൽ മാർക്കും ചാങ്മാങ്ങും അതുപോലെ ഫാറ്റിസ്യുതും അവരുടെ ഫൈനൽ അസൾട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ആ അസൾട്ട് ആ ഈമെങ്ങിനും അതുപോലെ ആ ലൂസിഫറിന് നേരെയാണ്. ലൂസിഫർ ഈ സമയത്ത് ഒരു ഗോഡ്ലി പവറിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും ഒരു ദൈവത്തിൻ്റെതായ എല്ലാ പവറും അയാൾ എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ പവറുമായിട്ടാണ് മാർക്ക് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. മാർക്കിൻ്റെ ഡിവൈൻ ആക്സ് തുടർച്ചയായിട്ട്
ലൂസിഫറിന്റെ ആ പവറിനെ കീറി മുറിക്കുകയാണ്. അതിശക്തമായ ആ കീറിമുറിക്കൽ പ്രക്രിയ നടക്കുന്നിടയിൽ ഒരു തവണ മാർക്കിന്റെ കൈ ശക്തമായി ലൂസിഫറിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ കൈ. ശരിക്കും ലൂസിഫർ എൻ്റർ ഏരിയയും കവർ ചെയ്ത് നിൽക്കുമ്പോൾ അതിവേഗതയിൽ അവിടേക്ക് മാർക്കിനെ എത്താൻ സഹായിച്ചത് സാക്ഷാൽ ഫാറ്റി സിദുവും ചാങ്മാങ്ങും ചേർന്ന് സൃഷ്ടിച്ച ഒരു പുകമറയാണ്. അവരെ പെട്ടെന്ന് ഇരുഭാഗത്തു കൂടിയും ലൂസിഫർ അടുത്തേക്ക് അതിവേഗം പാഞ്ഞു വന്നപ്പോൾ ലൂസിഫറിന്റെ ശ്രദ്ധ ഒന്ന് മങ്ങിയ നിമിഷത്തിൽ മാർക്കിന്റെ കൈ ലൂസിഫറിന്റെ ബോഡിയിൽ ആഞ്ഞങ്ങ് ഇടിച്ചു. ഇടി അത് കാര്യമായിട്ട് തന്നെ ലൂസിഫറിന് കിട്ടി. ഇടിയേറ്റ് ലൂസിഫർ ശരിക്കും ദൂരേക്ക് അങ്ങ് തെറിച്ചു. ലൂസിഫറിന്റെ വായിലൂടെ രക്തം ചിതറുന്നത് അവന്റെ ഷോൾഡറിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി കാണുകയും ചെയ്തു. അവൾ ദേഷ്യം കൊണ്ട് ചുവന്നു എന്ന് പറയാം. ഈ നിമിഷത്തിൽ ഈമൻ തികച്ചും അപ്രതീക്ഷിതമായി അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. തങ്ങൾ എതിരിടാൻ വന്നത് ആ ഷെൻ ഷിയാവോയുടെ ലോഡിനെയാണ്. ഷെൻ ഷിയാവോയെ അവർ തകർക്കുകയും ചെയ്തു. ഇനി അവിടെ നിന്ന് അടികൂടുന്നത് ശരിയല്ല എന്ന് ബോധ്യം ആ നിമിഷത്തിലാണ് ആ ഗോസ്റ്റ് രാജാവിന് ഉണ്ടായത്. അയാള് സന്ദർഭോചിതമായി അവിടെ നിന്ന് മുങ്ങി. ലൂസിഫർ ദൂരേക്ക് തെറിച്ചതും ലൂസിഫറും അവിടെ നിന്ന് മുങ്ങി. ഈ സംഭവവികാസം അവിടെ അങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് സാക്ഷാൽ ജൂച്ചനും ശ്രീറാമും ശ്രീഹരിയും തമ്മിലുള്ള ആ യുദ്ധം അതിൻ്റെ എൻഡിലേക്ക് എത്തി. ശ്രീറാമും ശ്രീഹരിയും ചേർന്ന് ജൂച്ചനെ ഏതാണ്ട് തളച്ചു എന്ന് പറയാം. ജൂച്ചന്റെ ചുറ്റുമായി ആ കറുത്ത ഹോളിങ്ങിനെ വലുതായി വരികയാണ്. ശ്രീറാമിന്റെ ആ ബ്ലാക്ക് ഹോളിനെ പ്രതിരോധിക്കാൻ പറ്റാതെ ജൂച്ചൻ അലറിക്കൊണ്ട് ആ വെയിന് വലിച്ച് ആഞ്ഞടിച്ചതും ശ്രീറാം ആ ബ്ലാക്ക് ഹോളിന്റെ പുറത്തുകൂടി ജൂച്ചന്റെ അടുത്തെത്തുന്ന ഒരേ നിമിഷത്തിലാണ്. ജൂച്ചന്റെ കയ്യിലുള്ള ആ ഡ്രാഗൺ വെയിൻ അവന് ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് ശ്രീറാം അവന്റെ അടുത്തെത്തിയത്. ജൂച്ചന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഒരു ഭാഗത്ത് ശ്രീറാമും മറുഭാഗത്ത് ശ്രീഹരി എത്തി. അവർ ആ ബ്ലാക്ക് ഹോൾ പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ തൻ്റെ തൊട്ടടുത്ത് രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. ജൂച്ചന്റെ കയ്യിൽ ഇപ്പോഴും ആ വെയിനുണ്ട്. അവന്റെ മുഖം ശരിക്കും വിളറിയിട്ടുണ്ട്. താനൊരു വലിയ അസാസിനാണ്, ആരെയും പതിരുന്ന് കൊലപ്പെടുത്തുന്നൊക്കെ സ്വയം കരുതിയിരുന്ന വ്യക്തിയാണ് ജൂച്ചൻ. അവന് ഷാഡോ നിർമ്മിക്കാൻ പറ്റും. ആ ഷാഡോയിൽ അവൻ എവിടെയും അപ്രത്യക്ഷമാകാം. പക്ഷേ ഈ ഷാഡോ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ അഗ്രഗണ്യരായ രണ്ട് സഹോദരന്മാരുടെ നടുക്കാണ് ഇപ്പോൾ ജൂച്ചൻ പെട്ടിരിക്കുന്നത്. തനിക്ക് പറ്റിയ എതിരാളികൾ ഇതാ തൻ്റെ അടുത്ത് എത്തി എന്നുള്ള യാഥാർത്ഥ്യം ജൂച്ചൻ തിരിച്ചറിയുമ്പോഴേക്കും ജൂച്ചൻ്റെ കയ്യിൽ നിന്ന് ആ വെയിൻ സാക്ഷാൽ ശ്രീഹരിയുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ജൂച്ചൻ്റെ ജീവൻ നഷ്ടപ്പെട്ട ഡെഡ് ബോഡി ശ്രീറാം ഒരു കൈ കൊണ്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞു. താഴെ ആ ജൂച്ചൻ്റെ കിങ്ഡത്തിലേക്ക് ആ കിങ്ഡത്തിൻ്റെ അധിപനായ ആ ജൂച്ചൻ നിശ്ചലമായി താഴേക്ക് വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കിങ്ഡത്തിനകത്ത് അതിൻ്റെതായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ ജൂച്ചനെയും കൊല്ലപ്പെട്ടു, മറുഭാഗത്ത് ഷെൻ ഷിയാവോയും കൊല്ലപ്പെട്ടു. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തൂടെ ശ്രീറാമും ശ്രീഹരിയും മാർക്കിന്റെ അടുത്തെത്തി. മാർക്കും ഫാറ്റി സിദും ജൂവും ശ്രീറാമിനെയും ശ്രീഹരിയും കണ്ടപ്പോൾ മാർക്കിന് ആ കാര്യം ഉറപ്പാണ്. ജൂച്ചൻ വധിക്കപ്പെട്ടു. മാർക്കിന്റെ ആ അടയാളം മങ്ങിയത് മാർക്ക് കണ്ടു. ആ അടയാളം മായ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ ശക്തിയുള്ള ആളുകൾ വളരെ അപൂർവമാണ്. ആ അടയാളം മായണമെങ്കിൽ ജൂച്ചൻ കൊല്ലപ്പെടണം. അവരെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളത് ശ്രീറാമനും ശ്രീഹരിക്കുമാണെന്ന് മാർക്കിന് നല്ല ധാരണയുണ്ട്. ശ്രീറാമനും ശ്രീഹരി കണ്ടതും ശരിക്കും ഷാങ്മാങ്ങും അതുപോലെ ജൂ ഒക്കെ വല്ലാത്ത സന്തോഷത്തിലായി. ജൂവിൻ്റെ ശക്തി പതുക്കെ പതുക്കെ വീണ്ടെടുത്ത് വരികയാണ്. ശ്രീഹരി എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. പാത്ത് ഓഫ് ഹെവൻ പതുക്കെ ലയിച്ചു തുടങ്ങിയാണ്. ശ്രീഹരി അങ്ങ് എന്തായി പറയുന്നത്? പാത്ത് ഓഫ് ഹെവൻ ലയിച്ചു തുടങ്ങിയെന്നോ? അതെ അതെ, ഓരോ ലോവർ റീജിയനിലും പാത്ത് ഓഫ് ഹെയിൻ ഉണ്ട്. അതുപോലെ ഗോസ്റ്റ് വേൾഡിലും ഡീവൻ വേൾഡിലും മോൺസ്റ്റർ വേൾഡിലും എല്ലാം പാത്ത് ഓഫ് ഹെവൻ ഉണ്ട്. ആ എല്ലാ പാത്ത് ഓഫ് ഹെവനുകളും ചേർന്ന് ഒറ്റ പാത്ത് ഓഫ് ഹെവൻ ആകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കാണുകയാണ്. അത് ഒന്നാകാൻ എത്ര സമയം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നായാൽ ഒരു അപകടമുണ്ട്. ഈ ഡിവൈൻ വേൾഡിലെ ഗോഡുകളൊക്കെ നമ്മുടെ വേൾഡിലേക്ക് ഇറങ്ങും. അവരും നമ്മളും ഒരു പ്ലെയിനിലായാൽ, ഒരു പ്രതലത്തിലായാൽ നമ്മളെക്കാൾ ശക്തരാണ് അവരെന്നുള്ളത് കൊണ്ട് അവർക്ക് എളുപ്പം നമ്മളെ ഇല്ലാതാക്കാൻ പറ്റും. ഗോഡുകൾക്ക് മുന്നിൽ നമ്മൾ തികച്ചും ദുർബലരാണ്. ഞാൻ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തുള്ള ഗോഡ്സുകളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ ഗോഡുകളുള്ള ഡിവൈൻ വേൾഡിൽ മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗോഡുകൾ വളരെ കുറവാണ്. ഏലിയൻ റേസിൻ്റെ ഗോഡുകളാണ് കൂടുതൽ.
ഈ പ്രപഞ്ചം അതിവിശാലമാണ്. മനുഷ്യർ വളരെ കുറച്ചേ ഉള്ളൂ. ഡിവൈൻ വേൾഡ് പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. അവിടെ അതിശക്തരേ ഉള്ളൂ. ആ പ്രതലവും നമ്മുടെ പ്രതലവും ഒന്നായാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തി അനിവാര്യമാണ്. ശ്രീഹരി പറഞ്ഞുകൊണ്ടുവരുന്ന ഭാഗം അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ പരിഹാരം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. ആ കാര്യം മനസ്സിലാക്കിയ ശ്രീഹരി പെട്ടെന്ന് മാർക്കിന്റെ കയ്യിലേക്ക് ഒന്ന് കൈവച്ചു. മാർക്കിന്റെ കയ്യിലേക്ക് ശ്രീഹരി കൈവച്ചതും മാർക്കിന്റെ കൈവെള്ളയിൽ ഒരു അനക്കം ഉണ്ടായി. മാർക്ക് നോക്കുമ്പോൾ ഒരു ചങ്ങല പോലെ ഒരു സംഭവം മാർക്കിന്റെ കയ്യിലിരിക്കുകയാണ്. മാർക്ക് ആ ചങ്ങലിലേക്ക് നോക്കുന്നുണ്ടതും ശ്രീഹരി മാർക്കിന്റെ കൈ പിടിച്ച് അങ്ങ് അടച്ചു. അപ്പോൾ മാർക്ക് ആ ചങ്ങല പിടിച്ചിരിക്കും പോലെയായി. മാർക്ക്, ഇതാണ് ഡ്രാഗൺ വെയിൻ. ഡ്രാഗൺ വെയിനോ? അതെ മാർക്ക്, ഇത് ശരിക്കും പ്രത്യേകതയുള്ള ഡ്രാഗൺ വെയിനാണ്. ഞാൻ പഠിച്ച ഒരു കാര്യം പറയാം. ഈ ഡ്രാഗൺ വെയിൻ ഒരുപാട് അതിശക്തരായ യോദ്ധാക്കളുടെ സോള് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതിന് ഡ്രാഗൺ വെയിൻ എന്ന പേര് വന്നേ ഉള്ളൂ. ശരിക്കും അത് സോളുകൾ കൊണ്ടുള്ള ഒരു നദിയെന്നോ ഒരു വെയിനെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇതൊരു ശ്രീറാം നിശബ്ദനായി ശ്രീഹരി പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. മാർക്ക് ഒന്നും മിണ്ടാത്ത ശ്രീഹരി നോക്കുമ്പോൾ ശ്രീഹരി പറഞ്ഞു, മാർക്ക്, നീ നിന്റെ യാത്ര ഈ ഡിവൈൻ ലാൻഡ് ഡ്രാഗൺ വെയിനിലൂടെ ഒന്ന് നടത്ത്. എനിക്ക് ഉറപ്പാണ് നിനക്ക് മറ്റ് ഗോഡുകളെ പോലെ ശക്തി ഇതുവഴി നേടാൻ പറ്റുമെന്ന്. ശ്രീഹരിക്ക് വേണമെങ്കിൽ ആ ഡിവൈൻ വെയിനകത്തേക്ക് കയറി സ്വയം ശക്തനായി ഒരു ഡിവൈൻ ഗോഡാകാം. അത് ചെയ്യാതെ മാർക്ക് ഫെല്ലർ തന്നെ അത് ഏൽപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിശയം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. മാർക്കിനും ആ അതിശയം ഉണ്ടാകുമല്ലോ. മാർക്കിന്റെ മുഖത്തേക്ക് നോക്കി അതിന് മറുപടി പറഞ്ഞത് ശ്രീറാമാണ്. മാർക്ക്, നീ ശരിക്കും എന്നെ ഒരുപാട് അതിശയിപ്പിച്ച വ്യക്തിയാണ്. മാർക്ക്, നീ ഞങ്ങളെ വിശ്വസിക്കേ, നിനക്കത് പറ്റും, നിനക്കേ പറ്റൂ. ശ്രീറാം ഒരു കാര്യം പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ശരിക്കും ആലോചിച്ചുറച്ചു മാത്രമേ ശ്രീറാം ഒരു കാര്യം പറയും. ആ സദേൺ മേഖലയുടെ എല്ലാവരും ബഹുമാനിക്കുന്ന ആ സെക്ഷൻ മാസ്റ്ററായി വിരാജിക്കുന്ന സമയത്ത് പോലും ശ്രീറാം മാർക്കിനോട് സംസാരിക്കുമ്പോൾ മാർക്ക് ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ പറയൂ, പക്ഷെ പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീറാമും ശ്രീഹരിയും ഉറപ്പിച്ച് പറഞ്ഞതും മാർക്ക് ശമ്പളം പടിഞ്ഞ് അവരുടെ മുന്നിൽ അങ്ങിരുന്നു. ഈ സംഭവമൊക്കെ നടക്കുന്നത് ഇൻവെസ്റ്റർ ഗോഡ്സിനകത്താണ്. ഇൻവെസ്റ്റർ ഗോഡ്സിനകത്ത് ആ ഡിവൈൻ വെയിൻ കയ്യിൽ വെച്ച മാർക്ക് ആ ഡിവൈൻ വെയിൻ ലക്ഷ്യമാക്കി മാർക്കിൻ്റെ സോളിനെ, ഡിവൈൻ സെൻസിനെ സാവധാനം ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് അതിലേക്ക് അങ്ങ് ലയിപ്പിച്ചു. അതിലേക്ക് ലയിപ്പിച്ചു എന്നോ അതിലേക്ക് കയറിയെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം. മാർക്കിൻ്റെ ഡിവൈൻ സോൾ അവിടേക്ക് കയറിയപ്പോഴാണ് മാർക്ക് ആ കാര്യം ശരിക്കും കൃത്യമായി തിരിച്ചറിയുന്നത്. ശരിക്കും മാർക്ക് കയറിയിരിക്കുന്നത് സോളുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ്, ആത്മാക്കൾ മാത്രമുള്ള ഒരു സ്ഥലം. മാർക്കിനൊപ്പമുള്ള ആളുകൾ നിൽക്കുന്ന ആ ഇൻവെസ്റ്റർ ഗോഡ്സിനകത്തും ഇതുപോലെ സോളുകളുടെ വൻ ശേഖരമുണ്ട്. അവയുടെ ശക്തി ക്ഷയിപ്പിച്ച് അവരെ അവിടെ ഇട്ടിരിക്കുകയാണെന്ന് പറയാം. അതേപോലെ സോളുകളുടെ ഒരു നദിയിലേക്ക് ഇതാ മാർക്ക് ഫെല്ലർ കടക്കുകയാണ്. അകത്തേക്ക് കിടന്ന മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ നദിയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിനെ ആരോ പുഷ് ചെയ്തതുപോലെ മാർക്കിന് ഫീൽ ചെയ്തു. മാർക്ക് അതിവേഗം ആ പുഷിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ശരിക്കും ഒരു നദിയിലൂടെ മാർക്ക് നീങ്ങുമ്പോൾ മാർക്ക് ആ നദി കൃത്യമായി കാണുകയാണ്. അത് പൂർണ്ണമായും വെളുത്ത നിറത്തുള്ള ഒരു നദിയാണ്. ആ നദി ഏതാണ്ട് ശാന്തമാണ്. മാർക്ക് അമ്പരന്ന് ആ നദിയിലേക്ക് നോക്കുമ്പോൾ മാർക്കിനെ പുഷ് ചെയ്ത ഒരു ചെറുപ്പക്കാരിയും മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഇത് കോസ്മിക് ലക്കാണ്. കോസ്മിക് ലക്ക് എന്നൊക്കെ മാർക്ക് കേട്ടിട്ടുണ്ട്. ഹോളി റീജിയനിൽ വെച്ചും ഈ സെയിന്റ് റീജിയനിൽ വെച്ചും പലരും ആ പദം പറയുന്നത് മാർക്ക് കേട്ടതാണ്. കോസ്മിക് ലക്കാണ് നമ്മളെ ഓരോ ലെവലും കയറാൻ സഹായിക്കുന്നതൊക്കെ ആളുകൾ പറയാറുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി ഭാഗ്യമായി നമ്മളിലേക്ക് അവസരം കൊണ്ടുവരുന്നതാണ് എന്നൊക്കെയാണ് അതിനെ പരിഭാഷയായിട്ട് ആളുകൾ പറയുക. മാർക്ക് അമ്പരപ്പോടെ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നും അയാൾ പറഞ്ഞു, മാർക്ക്, ഈ നദിയുടെ കരകളിൽ നീ കാണുന്നത് എന്താണ്? ഒരു ബൗണ്ടറി അല്ലേ? ആ ബൗണ്ടറിയിലേക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്ക് ആ ബൗണ്ടറി സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് കുറെ കൂടി വ്യക്തമായി ആ കാര്യം കാണാൻ പറ്റുകയാണ്. ശരിക്കും ടൺ കണക്കിന് സോളുകൾ കൊണ്ട് ബൗണ്ടറി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക്, ഇത് മനുഷ്യവംശത്തിലെ അതിശക്തരായ ആളുകൾ സ്വയം തീർത്ത ബൗണ്ടറിയാണ്, മതിലാണ്. ഈ മതിലിനകത്ത് അവർ സംരക്ഷിക്കുന്നത് ഈ മനുഷ്യവംശത്തിൻ്റെ ലക്കാണ്, ഭാഗ്യമാണ്. അതിനെയാണ് കോസ്മിക് ലക്ക് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ
മനുഷ്യവംശത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ ഈ കോസ്മിക് ലക്ക് അവിടേക്ക് ചാനലൈസ് ചെയ്താണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. മാർക്കിന് പെട്ടെന്ന് അതിൻ്റെ ഒരു യുക്തി മനസ്സിലായി. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരിലേക്കെങ്കിലും ഈ ഭാഗ്യത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് അയാളുടെ ശക്തി കൂട്ടി അവിടെയുള്ള എതിരാളികളെ ഇല്ലാതാക്കും. എതിരാളികൾ ഡീമൻ ആകാം, മോൺസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഗോസ്റ്റ് റേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏലിയൻ റേസോ ആകാം. അതിശക്തരായ യോദ്ധാക്കളെ സൃഷ്ടിക്കാനായി ഈ കോസ്മിക് ലക്ക് ഉപയോഗിക്കുകയാണ്. ആ കോസ്മിക് ലക്ക് അവിടെ നിന്ന് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി സ്വന്തം ആത്മാക്കളെ കൊണ്ട് അവിടെ ഒരു ബൗണ്ടറി ആ യോദ്ധാക്കൾ തീർത്തിരിക്കുകയാണ്. മില്യൺസ് ഓഫ് യോദ്ധാക്കളുടെ ഒരു ശ്രമം കൊണ്ടാണ് ശരിക്കും ആ നദി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആ നദിയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ മാർക്കിന് ആ യാഥാർത്ഥ്യവും മനസ്സിലാകുകയാണ്. മാർക്കിന് ഇപ്പോഴും മനസ്സിലാകാത്തത് ശരിക്കും താൻ ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. മാർക്ക് ഫെല്ലർ ആ നദിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് ജൂവും ഷാങ്മാങ്ങും ഫാറ്റി സിതും ശ്രീഹരിയും ശ്രീറാമും ചമ്രം പണിഞ്ഞിരിക്കുകയാണ്. ശരിക്കും അവര് ഇതുവരെ നേടിയ ആ ശക്തിയെ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ജൂവിൻ്റെ ബോഡിയിൽ സാക്ഷാൽ പവർ ഓഫ് ക്രിയേഷൻ ഉണ്ട്. അതേ സമയത്ത് ആ ഫീനിക്സ് രക്തവും ഫീനിക്സ് പവറുമുണ്ട്. അത് ജൂവിൻ്റെ പവറിനെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ജൂവിനെ തന്നെ അറിയാം തൻ്റെ ശക്തി ശരിക്കും കൂടിയെന്ന്. ശ്രീറാം ശ്രീഹരി ശരിക്കും അതിശയിപ്പിച്ചു. ആ അതിശയിപ്പിക്കൽ പ്രക്രിയ നടന്നത് സാക്ഷാൽ ജൂച്ചനെ ആ കൊല്ലുന്ന സമയത്താണ്. ജൂച്ചനെ കൊല്ലാനായിട്ട് ശ്രീറാം ഒരു ഡിവൈൻ ഉൽപ്പന്നം അവിടെ ശുദ്ധശൂന്യതയിൽ ഉണ്ടാക്കിയിരുന്നു. ഒരു ആയുധമാണ് ശ്രീറാം സൃഷ്ടിച്ചത്. ഒരു ആയുധം ശുദ്ധശൂന്യതയിൽ സൃഷ്ടിക്കാൻ ശരിക്കും ഒരു ദൈവത്തിനെ പറ്റൂ. ശ്രീറാം ആ സമയത്ത് തൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ച ആ ആയുധം ഒരു സൂചനയാണ്. ശ്രീറാം ഹോളി കോൺഷ്യസിന്റെ പീക്ക് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. ഡാവോ കോൺഷ്യസിൽ നിന്ന് ഹോളി കോൺഷ്യസിലേക്ക് ജമ്പ് ചെയ്ത് ശ്രീറാം ഇത് സെയിന്റുകളുടെ ഒപ്പമെത്തുകയും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഗോഡ് ലെവലിലേക്ക് കടക്കുകയുമാണ്. ഹോളി കോൺഷ്യസ് നിന്ന് ബ്രേക്ക് ചെയ്യുന്നത് ഡിവൈൻ വേൾഡിലേക്കാണ്. ശ്രീറാം എപ്പോൾ വേണമെങ്കിലും ഒരു ഗോഡായി മാറാം. അത് തന്നെയാണ് ജൂവിൻ്റെ അവസ്ഥ. ശ്രീഹരിയും ചാങ്മാങ്ങും അതുപോലെ ഫാറ്റി സിതുവൊക്കെ ഏതാണ്ട് ആ അവസ്ഥയിലൂടെ കടക്കുകയാണെന്ന് പറയാം. സകലരുടെ ശക്തി വർദ്ധിക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും സ്വയം ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ ശക്തി വർദ്ധിക്കാനായി ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുകയാണ്. അങ്ങനെ ശക്തി വർദ്ധിക്കാൻ എന്തോ കാരണമുണ്ട്. ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ശ്രീഹരി ആ ഇൻവെസ്റ്റഡ് ഗോഡ്സിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചുറ്റും ഒന്ന് വീക്ഷിക്കുമ്പോൾ അയാൾ നേരത്തെ പ്രവചിച്ച ആ കാര്യം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തുമുള്ള പാത്ത് ഓഫ് ഹെവനുകൾ പതുക്കെ ലയിച്ച് ഒരൊറ്റ പാത്ത് ഓഫ് ഹെവനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പാത്ത് ഓഫ് ഹെവനായി മാറുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡിവൈൻ വേൾഡുമായി കണക്റ്റഡ് ആവും. ഡിവൈൻ വേൾഡുമായി കണക്ട് ചെയ്യുമ്പോൾ ആ ഡിവൈൻ വേൾഡിലെ അതിശക്തർ അവരുടെ വേൾഡിൻ്റെ മുകളിലെത്തിയാൽ അവരുടെ വേൾഡിൽ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒന്നുചേരൽ പ്രക്രിയ എത്ര സമയം എടുക്കുമെന്നത് മാത്രമാണ് ആർക്കും അറിയാത്തത്. ആ അഞ്ചംഗ സേന പൂർണ്ണമായും ഇപ്പോൾ ഒരൊറ്റ ആളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അത് സാക്ഷാൽ മാർക്ക് ഫെല്ലറിലാണ്. മാർക്ക് ഫെല്ലർ ഇപ്പോൾ ആ ഡിവൈൻ ലാൻഡിൻ്റെ ആ വെയിനകത്താണ്. അത് സോളുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വെയിനാണെന്നുള്ള കാര്യം ശ്രീഹരിക്കും ശ്രീറാമിനും അറിയാം. ആ പവർ മാർക്കിനെ ആവാഹിക്കാൻ പറ്റിയാൽ മാർക്ക് ഒരു ഗോഡായി മാറും. ഒരു ഗോഡ് പവർ മാർക്കിന് അനിവാര്യമാണ്. കാരണം ആ ഗോഡ് വേൾഡിൽ 8 സുപ്രീം ഗോഡുകളുണ്ട്. ആ സുപ്രീം ഗോഡുകളിൽ പലരും ഏലിയൻ റേസിന്റെ പാർട്ടായിട്ടുള്ള ആളുകളാണ്. സുപ്രീം ഗോഡിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യ ഗോഡ് ഇവരെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇവര് സുപ്രീം ഗോഡിനെ പോലെ ശക്തി നേടുകയല്ലാതെ വേറെ മാർഗമില്ല. മാർക്ക് ഫെല്ലർ സുപ്രീം ഗോഡായി മാറിയാൽ അവർക്ക് തങ്ങളുടെ എതിരാളികളൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റും. ശരിക്കും അവരൊരു ക്രൈസിസിൽ എത്തിയിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.